ഗുഡ് ഈവനിങ്. ഞാൻ അധികം എൻ്റെ ക്ലാസ്സുകൾ സാധനം ഇങ്ങനെ പോകുന്ന സമയത്തിന് അറിയില്ല. ഇന്ന് രാവിലെ എത്ര മണിക്കൂർ എടുത്തെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് അറിയില്ല. 2 മണിക്കൂർ പോയെന്ന് പറഞ്ഞത് മനോരമ ഞാനറിഞ്ഞില്ല. എല്ലാവരും ചിരിച്ചത് ഞാനും കൂടെ ഇൻവോൾവ്. നിങ്ങളുടെ ഇൻവോൾവ്മെൻ്റ് അനുസരിച്ച് ഞാൻ അറിയാതെ ഇങ്ങനെ പോകും. അപ്പോൾ ഞാനത് ചുരുക്കി പറയാം. കാരണം 5:30 മണി കഴിഞ്ഞ് നിങ്ങൾക്ക് പലരും വീട്ടിൽ പോകേണ്ടതായിരുന്നു. അപ്പോൾ ഞാൻ സാധാരണ പഠിപ്പിക്കുന്ന ക്ലാസ്സസ് എടുത്ത് തീർക്കുന്നത് 3-4 ദിവസമാണ്. 1 മണിക്കൂർ 1/2 മണിക്കൂർ സെഷൻസ് ആക്കി. അല്ലെങ്കിൽ നമ്മുടെ ഗ്രാസ്പിംഗ് പവർ പുറകോട്ടോട് പോയിക്കൊണ്ടിരിക്കും. കുറച്ചൊന്നും മനസ്സിലാവില്ല. സോ ഞാൻ വളരെ ചുരുക്കി ചെറിയ കാര്യങ്ങൾ. ഒന്ന്, നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ഒരവസ്ഥ ഓരോരുത്തർ നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ എന്താണ്? രോഗങ്ങൾ വന്നിട്ട് ആ രോഗങ്ങളെ ചികിത്സിക്കാൻ വേണ്ടി ഓടും. ആയ കാലത്ത് കാശുണ്ടാക്കാൻ വേണ്ടിയുള്ള പാച്ചിലായിരിക്കും. അത് കഴിഞ്ഞ് ആ കാശ് കൊണ്ട് ചികിത്സിക്കാനുള്ള പാച്ചിലായിരിക്കും. റൈറ്റ്? അങ്ങനെ പ്രത്യേകിച്ച് വേറൊന്നുണ്ട്. ചെറുപ്പത്തിൽ വയറിന് വേണ്ടിയുള്ള പാച്ചിലായിരുന്നു. അത് കഴിഞ്ഞ് വയറ് കുറക്കാനുള്ള ഓട്ടം പറയുന്നത് സത്യം. ഒരു കുറച്ചു കാലം സ്കൂളിലൊക്കെ പഠിച്ചു. ഒരു 10-15 ദിവസം സ്കൂൾ കഴിഞ്ഞു, കോളേജിൽ വന്നു. പിന്നെ ഒരു ജോലി വേണമെന്നായി, ജോലി കഴിഞ്ഞപ്പോൾ ബൈക്ക് വേണമെന്നായി, കാറ് വേണമെന്നായി, പിന്നെ വീട് വേണമെന്നായി, കല്യാണമൊക്കെ കഴിച്ചു. കഷ്ടപ്പാട് തുടങ്ങി. കല്യാണം കഴിച്ചുള്ള കഷ്ടപ്പാട് തുടങ്ങിയെന്നല്ല, കഷ്ടപ്പാട് തുടങ്ങി. പിന്നെ മക്കളായി, അവരുടെ പഠിത്തം, അവരുടെ ഡ്രസ്സ്, അവരുടെ മരുന്ന്, അവരുടെ കാര്യം നോക്കി അവരൊന്നും അത്യാവശ്യം പറക്കാനായിട്ട് വയസ്സ് 40-45 അവർക്കും ഏകദേശം മിക്കവാറും PSC മെമ്പർഷിപ്പ് കിട്ടും. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ. അതിന്റെ പുറകെ പിന്നെ ഓരോരോ കാര്യങ്ങൾ കിട്ടും. ഞാനിപ്പോൾ ഭയങ്കര ഡെൽറ്റ മക്കളെ വളർത്തുന്ന ഒരു കാര്യം എന്ന് പറയാം. ഞാനിപ്പോൾ വീട്ടിൽ എനിക്ക് 2 ആൺമക്കളാണ്. ഒരുത്തൻ അങ്ങനെ, ഒരുത്തൻ വേറെ സ്ഥലത്തെടുത്ത്. ഇതൊക്കെ കുറച്ചൊക്കെ ഈ കേരളം ശരിക്കും ഒരു വൃദ്ധസദനം മാറിക്കൊണ്ടിരിക്കുക. കേരളം ഫുള്ളായിട്ട് വൃദ്ധസദനം എന്ന് അറിഞ്ഞതല്ല. ഓരോ വീടും ചെറുപ്പക്കാരും മക്കൾ വീട്ടിലില്ല. ശരി, നമ്മള് മിക്കവാറും ഒരു അച്ഛനും ഒരു അമ്മയും ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കോളുള്ളൊരു ഭാഗ്യം മക്കളെ കണ്ടുകൊണ്ട് ജീവിക്കുന്നത്. പലർക്കും മക്കളെ അടുത്ത് കുഴിയിൽ പോണ സമയത്ത് പോലും കാണാൻ കിട്ടിയ ഭാഗ്യം. ആ അവസ്ഥയിലേക്കാണ് നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങളൊന്ന് വിചാരിച്ചോളാം, ആലോചിച്ചാൽ മതി. നമ്മളൊന്ന് കിടന്നു പോയാൽ എത്ര പേർക്ക് ഒന്ന് കൂട്ടിരിക്കാൻ പറ്റും? ഒന്ന് വെറുതെ മനസ്സിൽ കണ്ടു. ഈ നമ്മുടെ മക്കൾ ആലോചിച്ചിട്ട് എത്തുമോ? ഒരു ഹോം നേഴ്സിനെ കിട്ടിയ ഭാഗ്യം നോക്കാനല്ലേ? ഒന്ന് കിടന്നു. നമ്മൾ ഓടി നടക്കുമ്പോൾ പലർക്കും സമയം കിട്ടുന്നു, ഒന്നിനും സമയം ഉണ്ടാവില്ല. ഒന്ന് കിടന്നു പോയാൽ ആര് നോക്കുന്നു വെച്ചാൽ ഈ പറഞ്ഞ നമ്മൾ ഈ ആർക്ക് വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിനെക്കാളും കൊണ്ടുവരുന്നത്? കുറേ മക്കൾക്ക് വേണ്ടിയാണ്. പക്ഷെ ഇവനൊന്നും തിരിഞ്ഞു നോക്കുന്നത് വിചാരിച്ച് ആയിരിക്കണം. ഇനി ഭർത്താക്കന്മാർ കിടന്നു പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഭാര്യമാരും നോക്കും. ഒരു പരിധി വരെ ശ്രദ്ധിച്ചേച്ചൊന്ന് കിടന്നു നോക്കും. വെറുതെ ചോദിച്ചാൽ എത്ര കാലം നോക്കുന്നു ഈ പറഞ്ഞ ഭർത്താവ് മക്കളൊക്കെ പ്രതീക്ഷിക്കേണ്ടത്. അത് വിചാരിച്ച് ചേച്ചി കിടക്കാൻ വേണ്ട, കിടക്കലേ ഉണ്ടാവും, കിടന്നതേ ബാക്കി ഉണ്ടാവും. സോ ഞാൻ പറയുന്നത്, നമുക്കെല്ലാവർക്കും വയസ്സായിക്കൊണ്ടിരിക്കുക. ഞാൻ ഇങ്ങനെ പറയാം, മധ്യാഹ്നം കഴിഞ്ഞു സായാഹ്നത്തിലേക്ക് അടുത്തിരിക്കുക. വേഗം അന്തിയാകണ്ടായെങ്കിൽ, രാത്രിയാകണ്ടായെങ്കിൽ ആരോഗ്യത്തോടെ ജീവിച്ച് മര്യാദക്ക് ജീവിക്കാനുള്ള ഉദ്ദേശം ഉണ്ടെങ്കിൽ ചിന്തിക്കുക, എന്ത് കാണിച്ചിട്ടില്ല. എന്താണ് ഈ രോഗങ്ങൾ വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? എല്ലാവരും പേരിട്ടിട്ട് ഭംഗിയായിട്ട് ജീവിതശൈലി രോഗങ്ങൾ. ശരിക്കും ഇത് രോഗങ്ങളാണോ? ഒരു രോഗാണുണ്ടാക്കുന്ന രോഗമാണത്. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ രോഗങ്ങളാണ്. ഒരാളുടെ പ്രഷറോ ഷുഗറോ കൊളസ്ട്രോളോ 0 ആകുന്നത് ഇയാൾ മരിക്കുമ്പോഴല്ലേ? എല്ലാവരുടെ ശരീരത്തിൽ ഈ സാധനം. പിന്നെ പ്രഷർ കൂടി, ഷുഗർ കൂടി, കൊളസ്ട്രോൾ കൂടി. ഇത് കൂടാനുള്ള കാരണം എന്താണ്? എല്ലാവർക്കും അറിയാം. ജീവിതശൈലി രോഗങ്ങൾ വരാനുള്ള കാരണം ഭക്ഷണത്തിന്റെ കൂടുതൽ, വ്യായാമത്തിന്റെ കുറവാണ്. ഈ വായ കൊണ്ട് നല്ല, നമ്മുടെ ഇപ്പോഴത്തെ നാട്ടുഭാഷ പറയാൻ തള്ളാൻ, വായ കൊണ്ട് നല്ല തള്ളാൻ ധാരാളം ആൾക്കാർ ഭൂമിഫുള്ളുണ്ട്. പക്ഷെ ഇത് ലൈഫിൽ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യത്തിൽ ഭയങ്കര ഫെയിലിയറാണ്. ലൈഫിൽ ഇത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യത്തിൽ. സോ ജീവിതശൈലി രോഗങ്ങൾ, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, ഇത് ശരിക്കും രോഗങ്ങളല്ല, ഒരു അവസ്ഥ. നമ്മൾ അനാവശ്യമായിട്ട് വലിച്ചുവാരി വേണ്ടാത്ത ഭക്ഷണങ്ങൾ ഓവറായിട്ട് കഴിക്കുകയും അതുപോലെ വ്യായാമങ്ങളൊക്കെ ജീവിതത്തിലൂടെ പോവുകയും ചെയ്തപ്പോൾ നമ്മൾ എത്തിച്ചേർന്ന ഒരു അവസ്ഥ, കണ്ടീഷൻ ചെയ്യുവാണ്. ഒരവസ്ഥയാണ് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ. അതിന്റെ അനുബന്ധമായിട്ട് വരുന്ന ഇമ്പോർട്ടൻസ്, സർജറി, സർജറി, ഇൻഫെർട്ടിലിറ്റി, അറ്റാക്ക്, സ്ട്രോക്ക്, അൽഷിമർ, ക്യാൻസർ, ഇങ്ങനെ കിടക്കുക. ഇങ്ങനെ ഒരു ചെയിനായിട്ട് കിടക്കുക. സോ ഇതെല്ലാം വന്നിട്ട് ചികിത്സിക്കുന്ന ഒരു കൺസെപ്റ്റ് എന്ന നാട്ടിലുള്ളത്. ശരിക്കും നിങ്ങൾ ഹോസ്പിറ്റൽസ്, എന്താ ഹോസ്പിറ്റൽ? എന്താ ശരിക്കും എന്താണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്? കേടായ ശരീരങ്ങളെ റിപ്പയർ ചെയ്യുന്ന വർക്ക്ഷോപ്പുകളാണ് ഹോസ്പിറ്റൽസ്. ശരിയാണോ?
നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകാറുള്ളത് ശരീരം കേടാവുന്നത് അതുകൊണ്ട് കൊടുത്തിട്ട് റിപ്പയർ ചെയ്ത് മേടിക്കും, അതിന് പൈസ കൊടുക്കും അല്ലേ? ശരിയല്ലേ? ഒരു കാറ് മേടിച്ചാൽ എന്താ ചെയ്യാറുള്ളത്? വർക്ക്ഷോപ്പിലാണ് കൊടുക്കാറുള്ളത്, സർവീസ് സെന്ററാണ് കൊടുക്കാറുള്ളത്. ആ സൈഡിലേക്ക് നോട്ടം വരുന്നില്ല. അവിടെ രാജമാണിക്യത്തിൽ മമ്മൂട്ടിയുടെ വലിയ ഇടത്താട്ട് നിൽക്കുന്നത് കുറച്ച് ഇതില്ലേ, ആ സൈഡിലേക്ക് ഒട്ടും നോട്ടം ഈ സീറ്റിലേക്ക് വരാവുന്നത് നിങ്ങളുടെ ഇവിടെ നോക്കി നോക്കിയിട്ടും അല്ല ഇങ്ങോട്ട് വന്ന സന്തോഷം എല്ലാവരും ബസ് വന്നാൽ ഇവിടെ കുഴപ്പമില്ല, ഈ സൈഡ് കുഴപ്പമില്ല. ഇങ്ങോട്ട് അറ്റത്തേക്ക് നോട്ടം നല്ലതാണ്. നിങ്ങൾക്ക് മുഖം കണ്ട് സംസാരിക്കുന്ന ഇഷ്ടമാണ്. ഓക്കെ, നിങ്ങളുടെ മുഖത്തെ എക്സ്പ്രഷൻസ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയാം. ഓക്കെ, സോ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്കൊരു കൺസെപ്റ്റ് ചിന്തിക്കുന്നത് കേടായ ശരീരങ്ങളെ റിപ്പയർ ചെയ്യുന്ന വർക്ക്ഷോപ്പുകളാണ് ഹോസ്പിറ്റൽസ്. പക്ഷെ ഒരു കാർ മേടിച്ചാൽ നമ്മൾ സർവീസ് സെന്ററിൽ കൊടുക്കാറുണ്ട്, ബൈക്ക് മേടിച്ചാൽ സർവീസ് സെന്ററിൽ കൊടുക്കാറ് അല്ലേ? വീട്ടിൽ അടുക്കള വൃത്തിയായി സൂക്ഷിക്കും, പല്ല് ഞങ്ങളുടെ തോന്നുന്നത് പല്ല് ഡെയിലി വൃത്തിയായി സൂക്ഷിക്കും, കുളിച്ച് തൊലി വൃത്തിയായി സൂക്ഷിക്കും. അത് പറഞ്ഞ് വിശ്വസിച്ച് ചിരിക്കുക, പല്ലേക്കാരും പറഞ്ഞിട്ടാണ് എത്ര പേര് ആടെ പല്ല് തന്നെ വലിയ ആവശ്യമല്ലേ? പക്ഷെ അതിന്റെ തമാശ എന്താണെന്നറിയോ? ഈ പല്ല് തേക്കുന്ന മനുഷ്യന് മാത്രമേ പല്ല് സൂക്കേടുള്ളൂ. പല്ല് തേക്കാത്ത ഒരു ജീവിക്കും പല്ല് സൂക്കേടില്ല അല്ലെ? പല്ല് തേക്കുന്ന നൃത്തം എന്താ ഞാൻ പറഞ്ഞത്? ആലോചിച്ച മനസ്സിലാവും. പല്ല് തേക്കുന്ന മനുഷ്യന് മാത്രം പല്ല് സൂക്കേടുള്ളൂ. എന്താ കുഴപ്പമെന്താ? പല്ല് തേക്കുന്നതിൽ എന്തൊരു കുഴപ്പമുണ്ട് അല്ലേ? അത് എനിക്കിപ്പോ ഞാനിപ്പോ കോഴിക്കോട് മെഡിക്കൽ MBBS പഠിച്ചത്, പക്ഷെ എന്നെ അവിടെ പ്രൊഫസർമാരാണ് പഠിപ്പിച്ചിരുന്നത്. പക്ഷെ എനിക്ക് ചിന്തിച്ച് കുറച്ചേ തോന്നി ഇതായിരിക്കും എന്റെ ഊഹത്തിൽ തോന്നി. ഈ മണ്ണില് രാസവളങ്ങൾ കീടനാശിനി ഇട്ടപ്പോൾ മണ്ണിരകളൊക്കെ ചത്തുപോയി, നോർമൽ ബാക്ടീരിയ ഒക്കെ ചത്തു, മണ്ണ് ചത്തു എന്ന് പറയും അല്ലെ? ഈ കീടങ്ങളെ ചേർക്കുന്നത് നോർമൽ ബാക്ടീരിയകളാണെന്ന് പറയും, നോർമൽ ഫ്ലോറ. സോ വായില് കെമിക്കൽ പേസ്റ്റ് വലിയ വായിലെന്താ പറയുക? വായിലെ നോർമൽ ബാക്ടീരിയ നശിച്ചു പറഞ്ഞു. അപ്പൊ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് എന്ന് പറയും നോർമൽ ബാക്ടീരിയ. അപ്പൊ വായിലെ നോർമൽ ബാക്ടീരിയ കൊന്നുകൊണ്ട് രോഗാണുക്കൾ കൂടാതെ. സോ ഈ കെമിക്കൽ പേസ്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് പണ്ട് മറ്റേ ഉപ്പ് കുരുമുളക് ഉപയോഗിക്കുന്നത്, പിന്നെ മാവിന്റെ വേപ്പിന്റെ കമ്പ എന്തോ കിട്ടുന്ന തേങ്ങ ഒക്കെ എന്തൊക്കെ ഉണ്ടാകുന്ന എനിക്കറിയില്ല. അങ്ങനെ കുറെ സാധനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ കാലത്ത് ഇങ്ങനത്തെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. സോ മണ്ണിനെ കൊന്ന പോലെ വായിലെ നോർമൽ ഹെൽത്ത് നശിപ്പിച്ചിട്ടിരിക്കുന്നു. ഇതേപോലെ ഞാനിപ്പോ മെഡിസിൻ കൊണ്ട് ചികിത്സിക്കുന്ന ഒരു ഡോക്ടറാണ്. പക്ഷേ ഈ മെഡിസിൻസ് ഈ മെഡിസിൻ സൈഡ് എഫക്റ്റ് ഇല്ലെന്ന് പറയുന്നത് ഏത് ആൾക്ക് ധൈര്യം ഉണ്ടാവും? നെറ്റ് തുറന്ന് നിങ്ങൾക്ക് എല്ലാം കിട്ടും അല്ലെ? എന്തോരം മെഡിസിൻസ് പലരും കഴിക്കുന്നത്. വഴിയെ പോണ രോഗങ്ങളെല്ലാം ക്ഷണിച്ചു വരുത്തുക, വിളിച്ച് വീട്ടിക്കേറ്റ, കാസെടുത്ത് ഇരിക്കാൻ പറഞ്ഞ് വീട്ടിക്കേറ്റത്, എല്ലാ രോഗവും വിളിച്ച് വീട്ടിക്കേറ്റ, ക്ഷണിച്ച് ശരീരത്തിൽ കൊണ്ടുവരാം, എന്നിട്ട് അത് ചികിത്സിക്കാൻ വേണ്ടി പാല് ചടക്ക കാശ് ഉപയോഗിക്കുക. ഈ കെമിക്കൽ മുഴുവൻ തിന്ന് ഇങ്ങനെ ശരീരത്തെ നശിപ്പിക്കുന്നത്. പലരും പറഞ്ഞിട്ടിരിക്കണം. അതാണ് ഇതാണ് കാര്യങ്ങളൊക്കെ പറയുന്നത്. വളരെ സിമ്പിളായിട്ട് ചിന്തിക്കാൻ നിങ്ങൾ തന്നെ നിങ്ങളെ കുഴികുത്തിക്കൊണ്ടിരിക്കുക. സോ ഈ വർക്ക്ഷോപ്പ് എന്നുള്ള കൺസെപ്റ്റിൽ നിന്നും നമ്മളൊരു സർവീസ് സെന്റർ എന്നുള്ള കൺസെപ്റ്റിലേക്ക് പോകണം. ഈ സർവീസ് സെന്റർ ഉണ്ടാക്കേണ്ടത് നിങ്ങളുടെ വീട്ടിൽ. ഈ സർവീസ് സെന്ററിൽ എന്ത് വേണമെന്ന് പഠിച്ചാലും നിങ്ങൾ ജയിച്ചു. നിങ്ങളുടെ വീട്ടിൽ നിന്നും 90% രോഗങ്ങളില്ലാതാവും. എക്സാമ്പിൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വയനാട്ടിലെ ആദിവാസികൾ 70-ാം വയസ്സിൽ കൂടി നിരക്കുന്നില്ല. 70-ാം വയസ്സിൽ ഒരാൾക്ക് ഒരു കഷ്ടത്തിലില്ല. അവർക്ക് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ തീരെ ഒരു കുഴപ്പം ഉറപ്പില്ല. 70-ാം വയസ്സിൽ വയറ് 6 പാക്ക്, നമുക്ക് ഫാമിലി പാക്ക് അല്ലേ? അവരുടെ പെണ്ണുങ്ങളൊക്കെ 70-ാം വയസ്സിൽ നല്ല സ്ലിം ബ്യൂട്ടി. നമ്മുടെയൊക്കെ പറയുന്നത്, ഞാനൊന്നും പറയുന്നില്ല, എല്ലാവരും പോട്ട് ഈ തുണിയോട് ഒലിഞ്ഞിട്ട് കണ്ണാടി നോക്കുക. അപ്പൊ മനസ്സിലാവും. ചിലരുടെ പറയുന്നത് തവള ട്രൗസറിന്റെ മുതൽ പോലെ നോക്കി 2 പേരിന്റെ കയ്യിൽ കാലും ഉണ്ടാവും, വയറൊക്കെ ചാടിയിട്ട്. പക്ഷെ ടൈ കെട്ടന് ടൈറ്റ്, ഈ ബെൽറ്റൊക്കെ മുറുക്കി ബെൽറ്റ് മുറുക്കണം. ഞാനിങ്ങനെ പറയാം, പഴംപൊരിക്ക റബ്ബർ ബാൻഡ് ഇട്ട പറ്റെന്ന് പറയാം ചിലരുടെ ഷേപ്പിൽ കാണാം. പിന്നെ ഈ ലേഡീസിന്റെ കാര്യം ഇവിടെ തമിഴ്നാട് സൈഡിലെ ബ്രാഹ്മൺ പൊട്ടൊക്കെ പോകണം. അപ്പൊ പട്ട് സാരി കൊടുത്ത് വലിയ പൊട്ടൊക്കെ തൊട്ട് കുറെ മാലയൊക്കെ ഇട്ടിട്ട് പോകും. അതൊക്കെ ഒരു ഓട്ടോറിക്ഷ കയറി ഓട്ടോറിക്ഷ ക്ലാസ്സിലേക്ക് ഇങ്ങനെ ഒരു പോട്ടുണ്ട്. ഓട്ടോറിക്ഷ പെട്ടി ഓട്ടോറിക്ഷ പോയി അന്നാലും തീറ്റ പോലും കുറവുണ്ടാവില്ല. ഇത് എന്തിനാണ് തിരഞ്ഞെടുത്ത് വെച്ചാൽ എന്തിന് ഭക്ഷണം കഴിക്കണം, എങ്ങനെ കഴിക്കണം, എത്ര കഴിക്കണം. ഇത് കൂടുതൽ കഴിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കുറച്ച് കഴിച്ചാൽ ഇത്രയും കാര്യമൊന്നും മനസ്സിലാക്കാൻ കഴിയും. 90% രോഗങ്ങളില്ല. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ ഇങ്ങനെ പറഞ്ഞത്, കേരളത്തിൽ ഒരാൾ പോലും ഭക്ഷണത്തിന്റെ കുറവ് കൊണ്ട് മരിക്കുന്നില്ല. ശരിയാണോ? എന്ത് തോന്നുന്നു?
കേരളത്തിൽ 65-70% അധികം പേര് മരിക്കുന്നത് ഭക്ഷണത്തിന്റെ കൂടുതൽ കൊണ്ടാണ്. ശരിയാണോ? ആണ്. 1% താഴെ ആൾക്കാര് വെള്ളമടിച്ച് മരിക്കുന്നു, സിഗരറ്റ് വലിച്ച് മരിക്കുന്നു, മയക്കുമരുന്ന് കഴിച്ച് മരിക്കുന്നു. കാരണം 1% താഴെ മരിക്കുന്നത് ദുശ്ശീലങ്ങൾ എല്ലാവരും വിളിക്കുന്ന പുകവലി കൊണ്ടും മദ്യപാനം കൊണ്ടൊക്കെ. 1% താഴെ. 70% കൂടുതൽ ആൾക്കാർ മരിക്കുന്നത് തിന്നിട്ട്, അമിത ഭക്ഷണം കൊണ്ട്. പക്ഷെ അമിത ഭക്ഷണം ഇപ്പോഴും ദുശ്ശീലമല്ല. കാരണം അമ്മ പഠിപ്പിച്ച ഇത്തിരി വെള്ളം കുടിച്ചാൽ ദുശ്ശീലം, അവൻ അലമ്പ്. ഈ തിന്നുന്ന ആൾക്കാരൊക്കെ ഭയങ്കരമായിരുന്നു. ഇനി ഈ സമൂഹത്തിലെ ചെറുപ്പക്കാരെ ചെറുപ്രായത്തിലെ രോഗികളാക്കി മാറ്റുന്നത് കള്ള് കച്ചവടക്കാരാണ്, കഞ്ചാവ് കച്ചവടക്കാരാണ്, അല്ലെങ്കിൽ അമ്മമാരാണ്. ഒച്ചപ്പറ സത്യം ഞാൻ പറയുന്നത്. സ്വന്തം മക്കളെ കുടിയിലേക്ക് തള്ളിയിട്ട് നേരെ പഠിത്തം തുടങ്ങും. തിന്നുപോലെ പഠിക്കട ഹോംവർക്കിടെ ട്യൂഷനത് കുത്തി കേട്ടിട്ട് എന്ന് കണ്ടാലും മെലിക്ക് പോലെ വിട്ട് തിന്നാനൊന്നും കിട്ടിയില്ല. ഈ തിന്നതിപ്പോ കെട്ടടി പുറത്ത് നോക്കുക. നമുക്ക് എല്ലാവർക്കും ഒരു സൈസ് പറഞ്ഞാൽ എന്തോന്ന് ചെറുപ്പത്തിൽ അമ്മ പറയാൻ എനിക്ക് ഓർമ്മയുണ്ട്. ചോറ് നല്ല ബുദ്ധി വെക്കോളൂ, ചോറ് നല്ല പൊക്കം വെക്കോളൂ, ചോറ് നല്ല വണ്ണം വെക്കോളൂ, അച്ഛനെ പോലെ ആകുള്ളൂ. ഇത് കേട്ട് തിന്ന് ഇപ്പൊ ചിലരൊക്കെ ചോറിന്റെ കാണുമ്പോൾ പേടിയില്ല. കാര്യം നമ്മളിങ്ങനെ വെള്ളരിങ്ങനെ ഒരു കുന്നുപോലിട്ട് അപ്പുറത്താളെ കാണാൻ പറ്റും. കുറെ തിന്നു കഴിയുമ്പോൾ അപ്പുറത്ത് ആ ചേട്ടൻ എപ്പോ എന്നൊക്കെ ചോദിക്കുന്ന അവസ്ഥയ്ക്ക് കുന്നുപോലെ ചോറിട്ടിട്ട് അത് സദ്യക്കൊക്കെ വിളമ്പണം കണ്ടാൽ സൈക്കിൾ ശരിക്കും എന്തുകൂടും എത്ര വേസ്റ്റ്. സത്യം നമ്മുടെ നാട്ടില് കേറ്ററിംഗായിട്ട് ചോദിച്ചാൽ രാധാകൃഷ്ണന്റെ കുറച്ച് അറിയാൻ 1 ലക്ഷം രൂപയുടെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചാൽ 40,000 രൂപ വേസ്റ്റാണ്. 60,000 രൂപ വീഴും. കഴിഞ്ഞിട്ടോ ഈ വിഴിഞ്ഞ 60,000 രൂപയില് 20,000 രൂപ ബ്ലഡിലേക്ക് കയറും, 40,000 രൂപ ടോയ്ലറ്റിലേക്ക് പോകും. വേണ്ടൊക്കെ 3.5 തിന്നുന്നത് സംശയമുണ്ടോ? 40,000 വേസ്റ്റ്, 40,000 ടോയ്ലറ്റ്, 20,000 ബ്ലഡിൽ കയറിയ 1 ലക്ഷം രൂപയില് ആ 20,000 രൂപക്ക് സമ്പാദിക്കുന്നതാണ് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ. ആ ബ്ലഡിലേക്ക് കയറിയത് പോലും വേണ്ടന്റെ അറിയാം. ശരിക്കും പറഞ്ഞാല് ഇപ്പോൾ നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ 40 ഭക്ഷണം വീട്ടിലുണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ. പച്ചക്കറിക്ക് വില കൂടിക്കോട്ടെ, ഇറച്ചക്ക് മീനൊക്കെ വില കൂടിക്കോട്ടെ, എല്ലാം നേരെ പകുതി മേടിച്ചു. ആശുപത്രി കൂടെ ബില്ലും കുറഞ്ഞു കിട്ടും, ആരോഗ്യം ഉണ്ടാവും, ചെറുപ്പം കൊണ്ടു നിൽക്കും. ഞാൻ പറഞ്ഞത് 70-ാം വയസ്സിൽ വയനാട്ടിൽ ആദിവാസികൾക്ക് സെക്സ് പ്രോബ്ലംസ് ഇല്ല. ഇമ്പോർട്ടൻസ് റിജിഡിറ്റി, സ്റ്റെറിലിറ്റി, ഇൻഫെർട്ടിലിറ്റി ഇല്ല. ഇവിടുത്തെ ഇൻഫെർട്ടിലിറ്റി സെന്റേഴ്സിൽ ഓരോ ആദിവാസിയും വരെ പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കാരണന്മാരെങ്ങനെയായിരുന്നു, 2 തലമുറ മുമ്പുള്ളവരെങ്ങനെയായിരുന്നു? സംശയമുണ്ടോ? എല്ലാവരും 6 പാക്കുകളായിരുന്നു, സ്ലിംബ്യൂട്ടികളായിരുന്നു. എല്ലാവർക്കും അറിയാം കഷ്ടത്തിലെ നരസതയൊക്കെ വളരെ കുറവായിരുന്നു അല്ലേ? അപ്പൊ അത് പഠിച്ചിരുന്നെങ്കിൽ വയനാട്ടിലെ ആദിവാസിയുടെ സീക്രട്ട് പഠിച്ചെങ്കിൽ എന്റെ തല ഇങ്ങനെ ആയില്ല. വൈകിപ്പോയി തിരിച്ചറിയ കുറച്ച്. സാർ എന്തായാലും ഇനിയും നമ്മൾ ഞാൻ പറയും, ഇപ്പൊ നമ്മൾക്ക് എന്തൊക്കെ സംഭവിച്ചു, എന്താണ് സംഭവിച്ചു, ഇതൊന്നും തിരിച്ചറിയുന്നില്ല. എന്തൊക്കെ സംഭവിച്ചു, അമിതമായിട്ട് ഭക്ഷണം കഴിച്ചപ്പോൾ എന്താ പറ്റിയത്, അതൊന്നും മനസ്സിലാക്കിയാൽ മതി. ഇനി ഏറ്റവും കൂടുതൽ മലയാളി കഴിക്കുന്ന ഭക്ഷണം ചോറിന്റെ ടേസ്റ്റ് എന്താണ്? ടേസ്റ്റ് ഇല്ല, ഒരു വേസ്റ്റാണ് ശരിക്കും. പക്ഷെ എന്തോരം ചോറ് തിന്ന് കേൾക്കുന്നതിന് ചോറിന്റെ ടേസ്റ്റ് ഇല്ല. ചപ്പാത്തിക്ക് ടേസ്റ്റ് എന്താണ്? ശരിക്ക് നമ്മൾ കറികൾ കഴിക്കാൻ വേണ്ടി ഒരു വീടിയായിട്ടാണ് ചോറോ ചപ്പാത്തി കിഴങ്ങ് ഉപയോഗിച്ചത്. നമ്മൾ തിരിച്ചറിയുന്നത് ഒരു മൂന്ന് ചോറിട്ടിട്ട് പൂച്ച മാത്രമായിട്ട് കുഴി കുത്തിയിട്ട് കുറച്ച് കറി വെച്ചിട്ട് കൂടുതലും വീഴുന്നത്. അത് ചെറുപ്പത്തിലാന്ന് പറഞ്ഞാൽ തെങ്ങ് മരം ചോറ് നല്ല വണ്ണം വെക്കുന്നത് പോക്കാൻ പറ്റുന്നു. ഇപ്പോഴും തുടർന്ന് വരുന്നത് ചെറുപ്പത്തിൽ ഫുൾ ടൈം കളി, ഓട്ടം, ചാട്ടം കളി, എന്ത് തിന്നാലും തീർക്കോലിയുടെ പഠിപ്പിക്കുന്നു അല്ലേ? ഇപ്പൊ എങ്ങനെയാ? ഇപ്പൊ വെള്ളം കുടിച്ചാൽ പോലും വയറിയാണ് വണ്ണം വെക്കല്ലേ? അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യുന്നത് അറിയാതെ തലകുത്തി പറയുന്നുണ്ട്. പക്ഷെ പ്രോബ്ലം കിടക്കുന്നത് പോത്തിന്റെ ഭക്ഷണം കഴിച്ചിട്ട് ആടിന്റെ വ്യായാമം ചെയ്ത് കാണിക്കും. രോഗം വരുന്നവരെ പോത്തിനെ പോലെ തിന്ന ആടിനെ പോലെ ഇങ്ങനെ എഴുന്നത് ആമകോണത്തിൽ നടക്കാൻ പോണതാണ്. ആമകോണത്തിൽ ഇങ്ങനെ പോണതാണ്. എന്ത് കാര്യം പറഞ്ഞത്? എന്തിനു വേണ്ടിയാണ് വ്യായാമം ചെയ്യുന്നത്, എങ്ങനെ വ്യായാമം ചെയ്യണം, എത്ര വ്യായാമം ചെയ്യണം, ഇത് അറിയാത്തതിന്റെ പ്രോബ്ലമാണ്. സോ ഈ 2 കാര്യങ്ങൾ പഠിച്ചാൽ നിങ്ങൾ ജയിച്ചു, നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടുന്ന പറയാം. ഞങ്ങളങ്ങനെ ജീവൻ കുടുംബത്തിൽ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ക്വാളിറ്റിയാണ് ഭക്ഷണം. നല്ല ചിക്കൻ തിരിച്ചറിഞ്ഞ് കഴിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കേണ്ടതല്ല. നിങ്ങൾ മുട്ട കഴിച്ചോളൂ, പാല് കഴിച്ചോളൂ, ഇറച്ചി കഴിച്ചോളൂ, മീൻ കഴിച്ചോളൂ, ഇഷ്ടംപോലെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എല്ലാം കഴിച്ചോളൂ. അനാവശ്യമായിട്ട് കഴിക്കുന്ന ചോറ്, അധികമായിട്ട് കഴിക്കുന്ന ചോറ് അല്പം കുറച്ചിട്ട് പകരം കുറച്ച് സാലഡ്സ് കൊണ്ട് കഴിക്കാം.
എന്തിനാ സാലഡ്സ് കഴിക്കേണ്ട ആവശ്യം, അല്ല ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കേണ്ടത്? ഇവിടെ പ്രമേഹമുള്ള ആൾക്കാർ എത്ര പേരുണ്ടാവും? അതൊക്കെ അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പ്രമേഹമുള്ള ആരെങ്കിലും ഉണ്ടാവും? ഓക്കെ, പ്രമേഹം സരിച്ചിട്ട് മരുന്ന് നിർത്തിയല്ലേ? പ്രമേഹം ഉള്ളവരെ കഴിക്കാൻ പാടാത്തൊരു സാധനം ഉണ്ടാവും. മധുരം കഴിക്കുന്നത് അല്ലേ? അത്ര വർഷങ്ങളായിട്ട് കഴിക്കുന്നു അല്ലേ? ഇതൊരു ഭയങ്കര വെണ്ടിത്തരമെന്ന് ഞാൻ പറഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ ഡോക്ടർമാർ പറയുന്നു പ്രമേഹരോഗി മധുരം കഴിക്കുന്നത്. ഞാൻ പറയുന്നു പ്രമേഹരോഗി മധുരം കഴിക്കുന്നത് പറയുന്നത് വെണ്ടിത്തരമാണ്. കാരണം മധുരം എന്ന് പറയുന്നത് നമ്മുടെ നാലൊരു ടേസ്റ്റാണ്. എരിവ്, ഉപ്പ്, പുളി, കയ്പ്, മധുരം. മധുരം ഒരു ടേസ്റ്റാണ്. ചോറിന് മധുരമില്ല, ചപ്പാത്തിക്ക് മധുരമില്ല, കിഴങ്ങിന് മധുരമില്ല. അരിയുടെയും കിഴങ്ങിന്റെയും ഗോതമ്പിന്റെ അകത്തുള്ളത് ഗ്ലൂക്കോസ് ആണ്. ഫ്രൂട്ട്സിന്റെ അകത്തുള്ളത് ഫ്രക്ടോസ് ആണ്. രണ്ടു തരം ഷുഗർ ഉള്ളത്, ഗ്ലൂക്കോസും ഫ്രക്ടോസും. വേറെ ലാക്ടോസൊക്കെ ഉണ്ട്, ഗ്ലൂക്കോസും ഫ്രക്ടോസും. അതില് ഫ്രൂട്ട്സിന്റെ അകത്തുള്ളത് ഫ്രക്ടോസ്, അരിയുടെയും കിഴങ്ങിന്റെയും ഗോതമ്പിന്റെ അകത്തുള്ളത് ഗ്ലൂക്കോസ്, തേനിന്റെ അകത്തുള്ളത് ഫ്രക്ടോസ്. ഫ്രൂട്ട്സിലും തേനിലും മധുരം, അരിക്കും കിഴങ്ങിനും ഗോതമ്പിനും മധുരമില്ല. അപ്പൊ വിച്ച് ഈസ് സ്വീറ്റ്? ഫ്രക്ടോസ് ആണ്, ഗ്ലൂക്കോസ് ആണ് സ്വീറ്റ്. ഗൂഗിളിൽ നോക്കാനല്ല, ഫ്രക്ടോസ് ഈസ് സ്വീറ്റ്, ഗ്ലൂക്കോസ് ഈസ് ടേസ്റ്റ്ലെസ്. ഇത് സയൻസിൽ വൃത്തിയായി പറഞ്ഞു വെച്ചത്. 100 കൊല്ലം മുമ്പ് മരിച്ചുപോയ ആരോ പറഞ്ഞു അന്ന് ഗ്ലൂക്കോസ് എന്താണ് ഫ്രക്ടോസ് എന്താണെന്ന് അറിയാത്തൊരു കാലത്ത് ആരോ പറഞ്ഞു മധുരം കഴിക്കുന്നത്, പ്രമേഹരോഗി മധുരം കഴിക്കുന്നത് പോലെ ആരോ മരിച്ചുപോയി. പിന്നെ തലമുറ കഴിഞ്ഞാൽ പറഞ്ഞു മധുരം കഴിക്കുന്നത്, മധുരം കഴിക്കുന്നത്. പ്രമേഹവും ഫ്രക്ടോസും എന്താണ്? ബ്ലഡിൽ എന്തെങ്കിലും ഫ്രക്ടോസ് ഒക്കെ നോക്കിയിട്ടുണ്ടോ? ബ്ലഡിൽ നോക്കാൻ ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസ് മധുരമല്ല, മധുരം എന്ന് പറഞ്ഞാൽ ഫ്രക്ടോസ് ആണ്. പ്രമേഹരോഗി മധുരം കഴിച്ചാൽ പോലീസ് പിടിക്കും. തെറ്റിദ്ധാരണയാണ്. ഫ്രക്ടോസിന്റെ നമ്മുടെ ഡയറ്റ് അങ്ങനെയാണ്. വലിയ വ്യായാമം ചെയ്ത സൈക്കിളൊക്കെ ചേർത്തിട്ട് ലൈറ്റ് ആയിട്ടുള്ള വ്യായാമം ചെയ്യുള്ളൂ. പക്ഷേ ഇവിടെ നമ്മുടെ നാട്ടിൽ പ്രമേഹം ഉണ്ടെന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് ഒഴിവാക്കും. എന്ന് ഫ്രൂട്ട്സ് ഒഴിവാക്കിയ അന്ന് തൊട്ട് പ്രമേഹരോഗി കളവ് പറ്റിയ പശുവിനും പോകാനും. കാരണം നമുക്ക് ശരീരത്തിന് വേണ്ട മൈക്രോ ന്യൂട്രിയൻസ് മുഴുവൻ ഉള്ളത് ഫ്രൂട്ട്സിന്റെ അകത്തും വേവിക്കാത്ത പച്ചക്കറി സാലഡ്സ്. മലയാളി സാലഡ്സ് വേവിക്കാറുണ്ടോ? ഉണ്ട്, പക്ഷെ ബാധിക്കണം അല്ലെ? ബാധിപ്പോയാൽ മിക്കവാറും സാലഡ് ഒന്നും വരും. അല്ലാങ്കിൽ വീട്ടില് പച്ചക്കറി. ഇവിടെ നാട്ടിൽ, നമ്മുടെ നാട്ടില് ലേഡീസ് പുതിയ ഭക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോറുണ്ടാക്കാൻ പറയാം, പലതരം കറികളുണ്ടാക്കാം. പിന്നെ എളുപ്പത്തിന് ചിക്കൻ ആക്കി കുറെ സാധനം പുതിയ കറികളുണ്ടല്ല. ഭക്ഷണശീലം കുറച്ച് മാറ്റാൻ നമ്മള് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു 50% അധികവും പച്ചക്കറികളും പഴങ്ങളും ആക്കാം. നിങ്ങൾ ചിന്തിക്കേണ്ടത് സൺലൈറ്റിൽ നിന്നും എനർജി സംഭരിച്ച സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന പച്ചക്കറികളും പഴങ്ങളും പയറുകളുമാണ് ലോകത്തിന്റെ ഭക്ഷണം. ഈ പച്ചക്കറികളും പഴങ്ങളൊക്കെ തിന്നുന്നത്, ഈ പച്ചലൊക്കെ തിന്ന പട്ടീനെയും പശുവിനെയും പോത്തിനെയും ആടിനെയും ഇതൊക്കെ തല്ലിക്കൊന്ന് തിന്നിട്ട് ഭയങ്കര ടേസ്റ്റാന്ന് പറയുന്നത്. ഞണ്ട് ഭയങ്കര ടേസ്റ്റ്, ചെമ്മീൻ ഭയങ്കര ടേസ്റ്റ്, കരിമീൻ ടേസ്റ്റ്, എല്ലാം നല്ല ടേസ്റ്റാണ്. അതിനെല്ലാം ഓരോ കിലോയുടെ ക്ലീൻ ആക്കി തരാം. പച്ചക്കറി അത് തിന്നണേക്ക് മുളക് പൊടി, ഉപ്പ് പൊടി, എരിവ്, ഉപ്പ് പൊടിയെല്ലാം ചേർന്നിട്ട് അപ്പോഴാണ് ടേസ്റ്റ് ആണ് അല്ലെ? അത് പച്ചക്കറികളും പഴങ്ങളോ നമുക്ക് നേരെ കഴിക്കാം അല്ലെ? പ്രകൃതിയുടെ ഭക്ഷണം. പക്ഷെ അതിൽ നിന്ന് നമ്മളിപ്പോ ദൂരേക്ക് പോയോ എന്നിട്ട് ഈ ഉണ്ടാക്കിയെടുക്കുന്ന ഭക്ഷണം അതും നല്ല എരിവ്, ഉപ്പോ പുളിയിട്ടാണ് മീൻകറി കഴിക്കുക അല്ലെ? അത് കഴിച്ച് ചിലപ്പോൾ ചിലത്തെ കഴിക്കുമ്പോൾ ദിവസം കാലത്ത് വൈകിട്ട് ഇങ്ങനെ ഡബ്ല്യൂ സൗണ്ട് ആയിരിക്കും. വൈകിട്ട് എരിച്ചില് പുകച്ചില് തലേ ദിവസം വീട്ടിൽ നിന്ന് മര്യാദക്ക് കഞ്ഞി ചമ്മന്തി പയർ കഴിക്കുന്ന ആളായിരിക്കും. ഹോട്ടലിൽ പോയിട്ട് ബട്ടർ ചിക്കൻ, പെപ്പർ ചിക്കൻ, പിന്നെ കുറെ സാധനങ്ങൾ ചെയ്യില്ല അടിച്ച് കയറ്റിയിട്ട് ഇങ്ങനെ വയറൊക്കെ പോകട്ട് തിരിഞ്ഞു പറഞ്ഞ് കിടക്കലാണെന്നില്ല. പക്ഷേ നമ്മുടെ ഫുഡ് ഹാബിറ്റ് അറിയാതെ മാറില്ല. പണ്ടൊക്കെ നമ്മൾ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ എത്ര റെയറായിരുന്നു അല്ലെ? ഇപ്പൊ ഭക്ഷണം പുറത്ത്, ടോയ്ലറ്റ് അകത്ത്. പണ്ട് ടോയ്ലറ്റ് പുറത്ത്, ഭക്ഷണം അകത്തായിരുന്നു. നേരെ തിരിച്ചത് ആവശ്യമില്ലാത്ത അനാവശ്യ ഭക്ഷണങ്ങൾ കഴിക്കും. നല്ലത് ചിക്കൻ തിരിച്ചത് എന്തോല്ലാം കഴിച്ചിട്ട് ഇല്ലാത്ത രോഗങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കും. വളരെ ചുരുക്കി ഇത്രയും പറയാം. ഈ തൊണ്ടക്ക് താഴേക്ക് വിഴുങ്ങി കഴിഞ്ഞാൽ ബിരിയാണിക്കും പിണ്ണാക്കിനും എല്ലാത്തിനും വലിയ ടേസ്റ്റാണ്. ഈ അകത്തേക്ക് പോയ ഭക്ഷണത്തെ എന്ത് പറ്റും? ഇത് തിരിച്ചറിഞ്ഞോ നിങ്ങളുടെ ഭക്ഷണങ്ങൾ റൈറ്റ്? ഇതിനെ പഠിക്കാം. അരി കൊണ്ടും കിഴങ്ങുകൊണ്ടും ഗോതമ്പ് കൊണ്ടും ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കഴിച്ചാൽ ധാരാളം ഗ്ലൂക്കോസ് അകത്തേക്ക് ചെല്ലും. പ്രമേഹരോഗിയുടെ അധികം ഗ്ലൂക്കോസ് ചെന്നാൽ ആ ഗ്ലൂക്കോസ് കംപ്ലീറ്റ് എനർജി ആക്കാനുള്ള അധ്വാനമോ വ്യായാമമോ ഇല്ല എങ്കിൽ ആ ഗ്ലൂക്കോസ് ബ്ലഡിലേക്ക് എടുക്കുന്നത് ചെറിയ രക്തക്കൊഴി പോയി കെട്ടിക്കിടക്കും.
സ്മോൾ ബ്ലഡ് വെസൽസിന്റെ അകത്ത് കെട്ടിക്കിടന്നാൽ അത് ദ്രവിക്കും. സ്മോൾ വെസൽ വാസ്കുലൈറ്റിസ്, ചെറിയ രക്തങ്ങൾ ദ്രവിക്കുമെന്ന് പറ്റും. ചിലരുടെ കാല് പോകും, ചിലരുടെ കണ്ണ് പോകും, ചിലരുടെ തലച്ചോറ് പോകും, ചിലരുടെ കിഡ്നി പോകും, അല്ലെ? അതപ്പോൾ ശരിക്കും മനസ്സിലാവില്ല. ഇത് നിങ്ങളുടെ കാലാണെന്ന് വിചാരിക്കാൻ കാലില് ചെറിയ ചെറിയ രക്തങ്ങൾ ആദ്യം കേടാവും. കുറച്ചുകൂടെ വലുത്, കുറച്ചുകൂടെ വലുത്, കുറച്ചുകൂടെ വലുത്, പതിക്കെ പതിക്കെ കൂടി വരുന്നു. വർഷങ്ങൾ പഴകുമ്പോൾ സ്മോൾ വെസൽ വാസ്കുലൈറ്റിസ് പതിക്കെ പതിക്കെ ബിഗ് വെസൽ വാസ്കുലൈറ്റിസ് ആയിരുന്നു. രക്തക്കൊടുക്കേണ്ട രക്തമൊക്കെ കുറഞ്ഞു. പിന്നെ കാല് പതിക്കെ നിറവേറ്റാൻ പിഗ്മെന്റേഷൻ വരുന്നു. അത് കഴിഞ്ഞ് കാലിൽ തരിപ്പ് കടച്ചെടുക്കാൻ പറ്റുന്ന സൂചി കുത്തുന്ന വേദന, തൈരിപ്പ്, സ്പോഞ്ച് ചവിട്ടുന്ന പോലെ ന്യൂറോപ്പതി വരുന്നു. ഒരു മുറിവുണ്ടാവും, ഉണങ്ങുന്നില്ല. കാര്യം എന്താ? രക്തോട്ടം കുറവാണ്. വൈറ്റ് ബ്ലഡ് സെൽസ് മാക്രോഫൈലസ് ഒഴുകി വന്നിട്ടാണ് മുറിവ് ഉണക്കുന്നത്. രക്തോട്ടമില്ല, മുറിവ് പഴുക്കുന്നു. ഉടനെ ആന്റിബയോട്ടിക് കഴിച്ചു, ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻ എടുത്തു. ഈ ആന്റിബയോട്ടിക് ബ്ലഡിലൂടെ ഒഴുകി വന്ന് ഈ മുറിവിലെത്തിയ മുറിവുണങ്ങും. മുറിവിലേക്ക് എത്തുമോ? എവിടെ വരെ രക്തോട്ടം അവിടം വരെ മരുന്നെത്തുന്നുള്ളൂ. സോ എവിടെ വരെ രക്തോട്ടം അവിടം വരെ പഴുത്തത് അവിടെ വെച്ച് മുറിക്കേണ്ടി വരുന്നു. ഇതേപോലെ നിങ്ങളുടെ സ്മോൾ വെസൽസ് ഒക്കെ ഉണ്ടാവുള്ള തലച്ചോറ്, കിഡ്നി, ഇതെല്ലാം നിങ്ങളുടെ അവയവങ്ങളെല്ലാം തട്ടി ചെതലുന്ന പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇത് പോകാതിരിക്കാൻ എന്ത് ചെയ്യണം? രക്തങ്ങളിൽ ഗ്ലൂക്കോസ് അടിയാൻ സമ്മതിക്കുന്നത്, അല്ലേ? അതിനെന്ത് വേണം? അതിന് മലയാളം കണ്ടുപിടിച്ച മാർഗം അരി കിഴങ്ങ് കുറക്കാം. എന്നിട്ട് പോലെ 15 ചപ്പാത്തി ഇല്ല, അല്ലേ? ചപ്പാത്തി ഒന്നും ഡോക്ടർ തിന്നാൻ പറഞ്ഞ ഡോക്ടർക്ക് അറിയാൻ പാടില്ല. ചപ്പാത്തി അറിയാൻ പാടില്ല, തന്നെ ശ്രദ്ധിക്കില്ല. ചപ്പാത്തി ഗ്ലൂക്കോസ് അല്ല. 100 ഗ്രാം അരിയിൽ 300 കലോറി ആണെങ്കിൽ ഒരു 100 ഗ്രാം ഗോതമ്പിന്റെ അകത്ത് 280 കലോറി ഉണ്ട്. പ്രമേഹം മധുരം കഴിക്കുന്നത്, പഞ്ചസാര വിത്തൗട്ട്. ഇത് എന്ന് നിങ്ങൾ വിത്തൗട്ട് ആക്കി വന്നാണ് ഈ നാട്ടിൽ നിങ്ങളുടെ പ്രമേയം വന്നത്. ചെറിയ ശ്വാസം ഉണ്ടാവും, അല്ലെ? കണ്ണാസാന് ചെറിയ ശ്വാസം ഉണ്ടാവും. ഞാൻ പറയുന്നത് എന്ന് വിത്തൗട്ട് ആക്കി വന്ന പ്രമേയം തുടങ്ങി നാട്ടിൽ. എന്ത് പാൻഗ്രാസിന്റെ ജോലി എന്താ? ഫുട്ബോൾ കളിയാണോ? ക്രിക്കറ്റ് കളിയാണോ? ഓക്കെ അല്ലല്ലോ. എന്തിനാണ്? മുളക് പൊടി തന്നെ ഇൻസുലിൻ ചാടില്ല, ഉപ്പ് തന്നെ ഇൻസുലിൻ ചാടില്ല, പൊടി തന്നെ ഇൻസുലിൻ ചാടില്ല. വായുവിന്റെ കിടന്ന ഭക്ഷണം ഗ്ലൂക്കോസ് ബ്ലഡിൽ കയറാണ് ഇൻസുലിൻ ചാടുക. അതിന്റെ സയൻസ് ഗൂഗിളിൽ കിടക്കുന്നത് ഇന്റർനെറ്റിന് അടിക്കാൻ പറയാം. സോ ഗ്ലൂക്കോസ് ബ്ലഡിൽ കയറുന്ന ഇൻസുലിൻ ചാടുക. അപ്പൊ ഗ്ലൂക്കോസ് ഇല്ലെങ്കിലും ഇത് ഇൻസുലിൻ ചാടുക. പാൻക്രിയാസ് സ്ലീപ്പിംഗ് ഇൻസൈഡ്. 10,000 പ്രമേയങ്ങളുടെ മരുന്ന് ഞാൻ പറയുന്നത്. പക്ഷെ ഇത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇത് വിശ്വാസമുള്ള ആളുകൾ പണിത് നമ്മുടെ വേണുമായിട്ടുള്ള രാത്രി ബസ്സിൽ എത്ര മണിക്ക് സൂം ക്ലാസ്സുകളെ കാണിച്ചാൽ 140 യൂണിറ്റ് ഇൻസുലിൻ 24 കൊല്ലമായിട്ട് കുത്തിയിരുന്നതാണ്. 64 വയസ്സിൽ 6 ഗുളികയുടെ മാസം 10,000 മരുന്ന്. 34 വയസ്സിൽ പ്രമേയം തുടങ്ങിയതാണ്. 3 മാസം കഴിഞ്ഞപ്പോ ഇൻസുലിനില്ല, ഗുളിക ഒരു മരുന്നില്ല. ഫാസ്റ്റ് ഷുഗർ 90, TPS 130 താഴെ. 2 കൊല്ലം കഴിഞ്ഞു. കഴിഞ്ഞ ഓണത്തിൽ 3 കൂട്ടം പായസം കഴിച്ച്, വിഷുവിന് പായസം കഴിച്ച് പടക്കം പൊട്ടിച്ചു. ഒരു കുഴപ്പം. 2 കൊല്ലം വീട്ടിലൊന്നും ഇപ്പോഴും ഡെയിലി വൃത്തിയാണ് നമ്മുടെ കാര്യം. ദയവായിട്ട് കാണിച്ചാലോ മീറ്റിംഗ് തുടങ്ങി സെറ്റിട്ടുണ്ടാവും, അല്ലെ? പരവിഷുണ്ടാവും. ഡയബറ്റീസ് റിവേഴ്സിബിൾ എന്ന് പറയുന്നത് റിവേഴ്സ് ചെയ്യാൻ ശ്രമിക്കണം, അല്ലാതെ വെറുതെ പ്രമേയം മാറില്ല. എന്തുകൊണ്ട് നാട്ടിലെ പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ മാറാത്തതാ? ഈ നാട്ടിൽ ആദ്യം പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ വന്നാൽ മാറുന്നില്ല. കാര്യം എന്താ? പ്രഷർ കൂടി ഉടനെ ഗുളിക ചെയ്തിട്ടൊന്നും പ്രഷർ കുറക്കാൻ. പ്രഷർ കുറക്കാനുള്ള ഗുളിക കഴിക്കുമ്പോൾ പ്രഷർ കുറയും. പ്രഷർ കൂടാനുള്ള കാരണം എന്താ? പ്രഷർ കൂടാനുള്ള കാരണത്തിൽ ചികിത്സിക്കുന്നത്. എന്താ പ്രഷർ കൂടാനുള്ള കാരണം? കൊളസ്ട്രോൾ കൂടി ഉടനെ കിട്ടുമ്പോൾ രക്ഷല്ലേ? എന്നിട്ട് അതൊക്കെ കഴിക്കാൻ പറ്റുന്നത് എണ്ണ പൊരിച്ചത്, ബീഫ്, പോർക്ക്, നെയ്ച്ചോറ്, ബിരിയാണിയൊക്കെ പുറക്കണം, അല്ലേ? പൊട്ടത്തല്ലോ. എന്താ? ഗ്ലൂക്കോസ് എനർജി ഉപയോഗിച്ച് കഴിഞ്ഞാലാണ് ശരീരം ഫാറ്റ് എനർജിക്ക് എടുക്കുക. ഒന്നുകൂടെ, ഗ്ലൂക്കോസ് എനർജി ഉപയോഗിച്ച് കഴിഞ്ഞാലാണ് നമ്മുടെ ശരീരം ഫാറ്റ് എനർജിക്ക് എടുക്കുക. അപ്പൊ കൊളസ്ട്രോൾ കൂടുമ്പോൾ ആദ്യം കുറക്കേണ്ടത് ഗ്ലൂക്കോസ് ഉള്ള ഭക്ഷണങ്ങളാണോ ഫാറ്റ് ഉള്ള ഭക്ഷണം? ബ്ലഡ് ഷുഗർ 90 താഴെ കഴിഞ്ഞാൽ TG എനർജിക്ക് എടുക്കും, ട്രൈഗ്ലിസറൈഡ്സ് എടുക്കുള്ളൂ. സോ കൊളസ്ട്രോൾ കൂടുമ്പോൾ ആദ്യം കുറക്കേണ്ടത് അരി, കിഴങ്ങ്, ഗോതമ്പും അതിന്റെ കൂടെ വറുത്തതും വെച്ചതും കൊഴുപ്പും കുറച്ചാലേ കൊളസ്ട്രോൾ കുറയും. അതിന് പകരം നിങ്ങൾക്ക് വർഷങ്ങളായിട്ട് പല ഗ്രേറ്റ് ഡോക്ടേഴ്സും തന്നെ അഡ്വൈസ് ആയിരിക്കും വറുത്തത് പൊരിച്ചത് എണ്ണയെ കുറിച്ച് കുറച്ചോളാം. നോ, മോട്ടിവേറ്റ് ഇസ് ദ കൾപ്രിറ്റ്. സാഹിത്യം നല്ല ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ആരും ശ്രദ്ധിക്കുന്നില്ല. നിങ്ങളാരൊന്നും പഠിക്കാൻ ശ്രമിക്കുന്നില്ല. വെറും കറവ് പശുക്കളായിട്ട് ജീവിക്കുന്നില്ല. പ്രഷർ കൂടി കുറക്കാണ് ഗുളിക എഴുതിക്കും. എന്നിട്ട് അടുത്ത പ്രദേശം കിട്ടും.
ഉപ്പ് കുറക്കണം. പ്രഷർ ഉപ്പ് തമ്മിൽ ഒരു ബന്ധമില്ലെന്നാണ് അമേരിക്കൻ കോളേജ് ഓഫ് ഫിസിക്സിന്റെ ഏറ്റവും പുതിയ റിസർച്ച് സ്റ്റഡി പറയുന്നത്. നോ റിലേഷൻ വിത്ത് സോൾട്ട് ആൻഡ് ബേക്കിംഗ്. കുടിയോ പ്രമേയ വഴി മധുരം കഴിക്കുന്നത് മധുരവും പ്രമേയവും ഒരു ബന്ധമില്ലാന്ന് വളർത്തത് വെച്ചത് പറഞ്ഞത് കൊളസ്ട്രോൾ ആണ്. അയാൾ പറഞ്ഞ പനിയും കഴിഞ്ഞു പോകുന്ന ആദ്യം പറഞ്ഞത് ശരിയല്ലേ? ഇത് മിയർ ഒബ്സർവേഷൻ, വേറൊന്നുമില്ല. എന്നെ കോഴിക്കോട് വേണ്ട എന്റെ പ്രൊഫസർമാർ പഠിപ്പിച്ചാണ് ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ പഴയത് പറഞ്ഞത്. ആരോ എഴുതി വെച്ചു. ഇത് ബൈബിളോ ഖുറാനോ യാസനോ വാൽമീകിയുടെ സാധനമൊന്നും അല്ലല്ലോ അല്ലേ സയൻസ് എന്ന് പറയുന്നത്. കാലക്രമേണ കാലാംശമായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടല്ലേ, ഒരു അപ്ഡേറ്റ് ഇല്ല. എന്റെ സ്കൂൾ ഞാൻ കഴിഞ്ഞ ദിവസം മാഷോട് ചോദിച്ചു, മാറ്റം താറാറായിട്ട് നിർത്തിയാണ് ആ നിർത്തി എന്ന് പറഞ്ഞു. എന്റെ ഓർമ്മ കാലത്ത് ഞാൻ കാണുന്നുണ്ട് താറാ പറ എന്ത് പഠിച്ചിട്ടേക്കും കുറെ ലാംഗ്വേജ് ടാൻതീറ്റ കോത്തീറ്റ എന്തോ തീറ്റ തീറ്റ വന്ന ബാക്കിയുണ്ട് ആരും പോസില്ല. ഇത് എന്തിനാ പഠിച്ചിരിക്കാൻ ഞാൻ പഠിച്ച സത്യം ചിലപ്പോൾ 4 4 7 25 പോലും അത് കൂട്ടിയെഴുതാൻ പഠിച്ചാൽ മതി എല്ലാവരും. പിന്നെ കടയിൽ പോയി സാധനം മേടിക്കുമ്പോ അതൊക്കെ ഡെവലപ്മെന്റ് അല്ലേ തൊട്ടുകൂട്ടില്ല. പണ്ടാണില്ല ഒരു സഞ്ചി ഒരു മഞ്ഞ എച്ചിക്കാരത്തിന്റെ സഞ്ചി ഉണ്ട്. ആ സഞ്ചി കൊണ്ട് കൂടെ 1 കിലോ അരി 100 വെളിച്ചെണ്ണ കുറച്ച് അത് തരാൻ ഓർമ്മ അതാ കടക്കാരൻ സ്പീഡ് കുറിച്ചിട്ടില്ല. ആ പറഞ്ഞ 1 കിലോ 60 60 60 ഇവിടേക്ക് പിള്ളേരുടെ അവരെന്ത് സ്പീഡാ കൂട്ടാ. അതുകൊണ്ട് അന്ന് അലക്ഷ്യമൊന്നുമില്ല. ശരിയല്ല, ബ്രെയിൻ വാസ് വർക്ക് ചെയ്യുന്നു ഒന്നുമില്ല, ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ല. ആ ഫോൺ നമ്പർ ആലോചിച്ചോക്കെ കറക്കണം. ഫോൺ നമ്പർ 10-30 നമ്പർ ഓർമ്മ ഉണ്ടായിരുന്നു. ഒത്തു വന്നപ്പോ 5 പറഞ്ഞു. ഇപ്പോഴോ മൈ വൈഫ്, വൈഫിന്റെ ഫോൺ നമ്പർ ഓർമ്മ ഉണ്ടാവില്ല. മൈ വൈഫ് എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. അത് പോയി ഫോൺ പോയാൽ നമ്മളെക്കാട് ഐസ് അടിച്ചു പോയല്ലേ. ശരിക്കും ബ്രെയിനെ നശിപ്പിച്ചല്ലേ. എവിടെയോ പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൂടെ എന്തോ കാണിച്ചിട്ടിരിക്കുന്നത്. നാട് ഓടുന്ന നടി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ പോലെ എല്ലാവരും ചേർത്തതായില്ല. ഇവിടെ അവർക്ക് കാല് കണ്ണ് കെട്ടിക്കൊടുന്ന ആഗ്രഹം. കേട്ടോ, കാല് കിട്ടുന്ന ആഗ്രഹമുണ്ടോ ചേട്ടാ? കാല് കെട്ടിക്കൊടുന്നില്ലല്ലോ. പക്ഷെ അത് പോകാതിരിക്കാൻ എന്ത് ചെയ്യണം? അത് പഠിക്കാൻ ശ്രമിക്കുന്നില്ല. ഞാൻ ഡോക്ടർമാരാരും നിങ്ങളുടെ കാല് മുറിക്കാതിരിക്കാൻ സഹായിക്കാറില്ല. സഹായിച്ചിട്ടില്ല ഇതുവരെ. സഹായിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടെന്ന് പറഞ്ഞോ? ഞാൻ പറയുന്നു, രക്തത്തിൽ ഗ്ലൂക്കോസ് അടിയാതെ നോക്കണമെങ്കിൽ കഴിക്കണ ഭക്ഷണത്തെ അരി, കിഴങ്ങ്, ഗോതമ്പ് തുടങ്ങിയ ഗ്ലൂക്കോസ് ആയി മാറുന്ന ഭക്ഷണങ്ങൾ കുറച്ച് കൊണ്ടുവന്നിട്ട് അതൊരു മിനിമം അളവ് കഴിക്കുക. പകരം പച്ചക്കറികളും പഴങ്ങളും പഴങ്ങളും കൂടുതൽ കഴിക്കുക. അതൊരു ആന്റി ഓക്സിഡൻസും വൈറ്റമിൻസും എല്ലാം കിട്ടും. ആവശ്യത്തിന് മുട്ട, പാല്, ഇറച്ചി, മീൻ കഴിച്ചുകൊള്ളുക. എന്നിട്ട് ഈ അകത്തേക്ക് ഗ്ലൂക്കോസും കൊഴുപ്പും കത്തിക്കണം. കൊഴുപ്പും കൂടെ പറഞ്ഞേക്കാം. ആ ഗ്ലൂക്കോസ് പോലും എനർജിക്കുള്ള വ്യായാമം ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? കൊഴുപ്പെടുക്കില്ല അല്ലെ. അപ്പൊ കൊഴുപ്പ് അടിയാൻ തുടങ്ങും. ആ കൊഴുപ്പ് രക്തപ്രാണ ഭിത്തിൽ അടിയുമ്പോഴാണ് ബ്ലോക്ക് വരും. 5 വയസ്സ് 6 വയസ്സ് പ്രായത്തിൽ ബ്ലോക്ക് ഉണ്ടാകാൻ തുടങ്ങുന്നതാണ്. നമ്മുടെയൊക്കെ രക്തപ്രാണ ഭിത്തി ഇപ്പം മുരിങ്ങാക്കോല് പോലെ ഉണ്ടാവില്ല. മനസ്സിലാണോ? മുരിങ്ങാക്കോലെ മുഴ പോലെ രക്തത്തിനുള്ളിൽ ഫുള്ള് ഭിത്തി ബ്ലോക്കുകൾ നിറച്ചു. ഈ ബ്ലോക്കുകൾ ചെറുതാക്കാനുള്ള ഒരു മരുന്ന് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ആൻജിയോപ്ലാസ്റ്റി വേണ്ട, നാട്ടിൽ ബൈപ്പാസ് വേണ്ട. ഈ ബ്ലോക്ക് ചെറുതാക്കാൻ ഒരു മരുന്ന് ഭൂമിയിലില്ല. ഈ ബ്ലോക്ക് വലുതാതെ കയറ്റിയിരുന്നു. അന്നത്തെ കഴിക്കുന്ന ഭക്ഷണത്തെ ഗ്ലൂക്കോസും കൊഴുപ്പും കുറക്കുകയും അത് കത്തിക്കാനുള്ള വ്യായാമം ചെയ്താൽ അടിഞ്ഞുകൂടോ? ഈ കൊഴുപ്പ് എനർജി ആക്കാനുള്ള മരുന്നുണ്ടോ? അതെന്തെങ്കിലും ഞാൻ ഈ പണിയുന്നതാ. ഗ്ലൂക്കോസ് എനർജി ആക്കാനുള്ള മരുന്നുണ്ടെങ്കിൽ, കൊഴുപ്പ് എനർജി ആക്കാനുള്ള മരുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പണി നിർത്താന്ന് പറയും. സോ നിങ്ങൾ എങ്ങനെയാണ് ഈ കുഴിയിലേക്ക് പോകുന്നത്? നിങ്ങൾക്ക് വയസ്സാവുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ കാലം കണ്ണ് കെട്ടിക്കുകയാണാവുന്നത് എങ്ങനെയാണ്? രക്തക്കളം ഭിത്തി കാണുന്നത്, ബ്രെയിനിലേക്ക് പോകുന്ന രക്തക്കളം കാണും. അതിന്റെ ഭിത്തി ഫുള്ള് ഇങ്ങനെ മുഴകൾ കാണാൻ പറ്റുന്നുണ്ടോ? 50 വയസ്സാവുമ്പോൾ 80-കാരന്റെ ഓർമ്മശക്തി, 90-കാരന്റെ ഓർമ്മശക്തി. പേര് അൽഷീമർ. പണ്ട് നമ്മുടെയൊക്കെ കാരണമാക്കി ഇതിനെ കുഴപ്പമുണ്ടായിരുന്നല്ലേ. അപ്പൊ അതിന് കുറച്ച് സിനൈൽ ഡിമെൻഷ്യ എന്നൊക്കെ പറഞ്ഞിരുന്നത്. ഓർമ്മ കുറവിച്ചിട്ടേ പറയണം അല്ലേ. അന്നത്തെ ഒരു അമ്മേനെ ഓർമ്മ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പുറത്തെ വീട്ടിൽ പെട്ടു എടി കുറച്ച് കഞ്ഞിയോടെ എന്താണ് അവളെ എനിക്ക് ഒന്നും തന്നില്ലെന്ന് പറയും. വീട്ടിൽ മരുമോളൊന്നും കൊടുത്തില്ല, അപ്പുറത്തെ വീട്ടിൽ പെട്ട് കഞ്ഞിയോടെ മേടിച്ചു കൊടുക്കും. മറന്നുകൂടതാണ്. അത് മരുമോള് വിചാരിച്ച മരുമോളെ കൊച്ചാക്കാൻ വേണ്ടി പറഞ്ഞത്. ഇപ്പോ വീട്ടില് അമ്മമാരോട് ചോദിച്ചോളാം, ചെറുപ്പത്തിലെ കുഞ്ഞു കാര്യങ്ങൾ വരെ കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞത്. പക്ഷെ ഇന്ന് കാലത്ത് പല ചെറുപ്പത്തെ തിരിഞ്ഞു വെച്ചാൽ ഓർമ്മയുണ്ടാകില്ല. റൈറ്റ്? റീസെന്റ് മെമ്മറി പെട്ടെന്ന് പോകും, ഏൻഷ്യന്റ് മെമ്മറി അവിടെ കിടക്കും. സോ അൽഷിമർ എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോക്കാം. ബ്ലഡ് ഫ്ലോ കുറയുന്നു ബ്രെയിനിലേക്ക് ഓരോ ദിവസം കഴിയുന്നതോറും. ബ്രെയിൻ ഏജിംഗ് പ്രോസസ്, ഏർലി ഏജിംഗ് പ്രോസസ്.
എല്ലാ കോശങ്ങളിലേക്കും ജീവിക്കാൻ വേണ്ടി വായു, വെള്ളം, ഭക്ഷണം ഒഴുകിയെത്തിയേ പറ്റും രക്തത്തിലൂടെ അല്ലെ. എല്ലാ കോശങ്ങൾക്കും വായു, വെള്ളം, ഭക്ഷണം വേണ്ട ജീവിക്കാൻ വേണ്ടേ? ഹൃദയം ചെയ്യുന്നതാ, ഇത് തള്ളി വിടുന്ന മോട്ടറാണ് ഹൃദയം. വായു വലിക്കുമ്പോൾ ശ്വാസകോശത്തിൽ നിന്ന് ഓക്സിജൻ ബ്ലഡിലേക്ക് കയറുന്നു, ബ്ലഡിലൂടെ ഒഴുകി എല്ലാ കോശങ്ങളിലും പോകും. വെള്ളം കുടിക്കുമ്പോൾ വെള്ളം കുടലിൽ ബ്ലഡിൽ കയറുന്നു, ഒഴുകി എല്ലാ കോശങ്ങളിലേക്കും പോകും. ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ നിന്ന് എനർജി, ഗ്ലൂക്കോസ്, അതാ ഭക്ഷണം, ഗ്ലൂക്കോസ് എല്ലാ കോശങ്ങളിലും പോകും. കൂടെ ഇവരുടെ ഫാറ്റ്, ആന്റി ഓക്സിഡന്റ് എല്ലാം ഒഴുകി പോകും. അപ്പൊ വെള്ളം കുടലിൽ നിന്ന് ബ്ലഡിൽ ഒഴുകി പോകും. എല്ലാവർക്കും വെള്ളം ശരീരത്തിന് ആവശ്യമില്ല, എല്ലാ കോശങ്ങൾക്കും വേണ്ട വെള്ളം വേണ്ടേ? ഒരു ദിവസം എത്ര ലിറ്റർ വെള്ളം കുടിക്കണം? പറയാമോ? വെറുതെ മനസ്സിലാണെന്ന് പറഞ്ഞാൽ മതി. 2, 3, 4, 5, 6, 8, 10 എല്ലാം തെറ്റാണ്. എത്രയൊക്കെ കാണിച്ചാൽ അതൊക്കെ തെറ്റാണ്. കുടിക്കെടുത്തത് എല്ലാം തെറ്റാണ്. മഴക്കാലത്ത് കുടിക്കുന്ന വെള്ളമാണ് വേനൽക്കാലത്ത് കുടിക്കാറുള്ളത്. AC റൂമിൽ നിന്ന് ചുണ്ണാമ്പ് തേക്കുന്നവരും പൊലിവെടുത്ത് പാടത്തെ കളക്കുന്നവരും ഒരേ അളവിലാണ് വെള്ളം കുടിക്കേണ്ടത്. വെള്ളത്തിലാണ് തീരുമാനിക്കണം. നമ്മൾ കുടിക്കുന്ന വെള്ളം വയറ്റിൽ ചെന്നു, വയറ്റിൽ ബ്ലഡിൽ കയറി, ബ്ലഡിലൂടെ ഒഴുകിപ്പോയി എല്ലാ കോശങ്ങൾക്കും വെള്ളം കൊടുത്തു. വേർക്കാതിരിക്കാം. എല്ലാ കോശങ്ങൾക്കും വെള്ളം കൊടുത്തിട്ട് അതിനുമുള്ള വെള്ളമാണ് അത് മൂത്രമായി മാറി കിഡ്നിയിലൂടെ മൂത്രസഞ്ചിയിൽ നിന്ന് മൂത്രമായിട്ട് പുറത്തേക്ക് പോകുന്നത് അല്ലേ? മൂത്രം തെളിഞ്ഞു പോകുന്ന അളവല്ലേ കറക്റ്റ് വെള്ളത്തിന്റെ അളവ്. വേനൽക്കാലത്ത് കൂടുതൽ വെള്ളം കുടിച്ചാലേ മൂത്രം തെളിഞ്ഞു പോകും, മഴക്കാലത്ത് കുറച്ച് വെള്ളം കുടിച്ചാൽ മൂത്രം തെളിഞ്ഞു പോകും അല്ലേ? ശരിയാണോ? 2 കാര്യം പഠിച്ചു. എന്താ? വെള്ളം കുടിക്കാനും പഠിച്ചു, മൂത്രമൊഴിക്കാനും പഠിച്ചു. കൂടുതൽ വെള്ളം കുടിച്ചാൽ പറ്റും. കിഡ്നി കേടാകുന്ന നെഫ്രോളജിസ്റ്റ് പറയുന്നത് വെള്ളം കൂടി കുറഞ്ഞു പോയാലോ, ഡീഹൈഡ്രേഷൻ കൊണ്ട് കോശങ്ങൾക്ക് വെള്ളം കിട്ടില്ല, കോശങ്ങൾ നശിച്ചു പോകുന്നു, കല്ലുണ്ടാവുന്നു, കിഡ്നി സ്റ്റോൺസ്, യൂറിൻ സ്റ്റോൺസ് ഉണ്ടാവും. ഞാൻ പറയുന്നത് 10, 50, 60, 70 കൊല്ലം ഭൂമിയിൽ തിരിച്ചടുത്തേരിക്കുന്നുണ്ട്. പക്ഷേ വെള്ളം കുടിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും 1 ലിറ്റർ, 2 ലിറ്റർ, 5 ലിറ്റർ വന്നിട്ടുണ്ട്. പക്ഷേ കാര്യം നമ്മുടെ മനസ്സിലാക്കി കേൾക്കുന്നുണ്ടാക്കുന്നത്. മധുരം കഴിക്കുന്നത്, മധുരം എന്താണെന്ന് ചിന്തിച്ചിട്ടില്ലായിരുന്നു. എന്താ മധുരം ചിന്തിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോഴും എത്രയോ സീനിയർ ഡോക്ടേഴ്സ് പറഞ്ഞ മധുരം കഴിക്കുന്നു. നിങ്ങൾ തിരിച്ചു ചോദിക്കുക, അല്ലെങ്കിൽ ഗൂഗിളിൽ നോക്ക് എന്താണ് മധുരം എന്ന് നോക്കുക. മധുരം എന്നൊരു വസ്തു നമുക്ക് കിട്ടുക, ടേസ്റ്റ് അല്ലേ. സോ ഫ്രക്ടോസ് എന്താണ്, ഗ്ലൂക്കോസ് തിരിച്ചറിയാത്ത കഴിക്കണം. കൊഴുപ്പ് എന്താണ്, LDL എന്താണ്, HDL ഇതെന്താണ് ചിന്തിക്കുന്നത് പഠിക്കേണ്ടത്. അതിനെക്കുറിച്ച് ഒന്നും ഇപ്പൊ പറയുന്നില്ല, കാരണം ഇത് കഴിഞ്ഞ് എനിക്ക് 8:30 ഇനി ക്ലാസ് ഉണ്ട് സൂമിൽ. 2 ക്ലാസ് കഴിഞ്ഞു. ഇനി എനിക്ക് എന്റെ ഇന്നലത്തെ ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ 8:30 മണിക്കുണ്ട്. അപ്പൊ ഒന്നൊന്ന് ഫ്രഷ് ആയിട്ട് 8:30 മണിക്ക് സൂം പ്ലാറ്റ്ഫോമിൽ ഞാൻ ക്ലാസ് തുടങ്ങും. ഇരിക്കുന്ന ആർക്കെങ്കിലൊക്കെ നമ്മൾ കഴിക്കുന്ന അരി, കിഴങ്ങ്, ഗോതമ്പ് ദഹിച്ചിട്ടുള്ള ഗ്ലൂക്കോസ് കുടലിലൂടെ ബ്ലഡിൽ കയറി ഒഴുകി പോയിട്ട് അത് കോശങ്ങളിലേക്ക് കയറാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ ബ്ലഡിൽ കെട്ടിക്കിടക്കുന്നതും ബ്ലഡ് ഷുഗർ കൂടുന്നതും ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്താണ്, പാൻക്രിയാസിന് എന്ത് പറ്റി, പാൻക്രിയാസ് നോർമലാക്കാൻ എന്ത് വേണം, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇല്ലാതാകാൻ എന്ത് വേണം, പ്രമേഹം മാറാൻ എന്ത് വേണം എന്ന് പഠിക്കുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് തരാം. 8:30 മണിക്കൊന്ന് കയറി കേൾക്കുക എല്ലാവരും, വേണമെങ്കിൽ സമയമുണ്ടെങ്കിൽ. 8:30 എങ്ങനെയാണ് കഴിക്കുന്ന ഭക്ഷണത്തെ ഗ്ലൂക്കോസ് പ്രമേഹമായി മാറുന്നത്, പാൻക്രിയാസ് എന്താണ് പറ്റുന്നത്. നിങ്ങൾ ചികിത്സിക്കുന്നത് പ്രമേഹത്തെ അല്ല. പ്രമേഹമല്ല, രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്നതാണ് പ്രമേഹം. ശരിയാണോ? അല്ല, തെറ്റാണത്. കുടി അടുത്ത പറയാം അല്ല, അതിനൊരു പൊട്ടത്തരം തന്നെ പറയല്ലേ. ബ്ലഡ് ഷുഗർ കൂടുന്നതല്ല പ്രമേഹം, പാൻക്രിയാസിന്റെ കേടാണ് പ്രമേഹം. ശരിയല്ലേ? ബ്ലഡ് ഷുഗർ കൂടുന്ന രോഗലക്ഷണമല്ലേ? ബ്ലഡ് ഷുഗർ കൂടാനുള്ള കാരണം എന്താണ്? ഒന്ന് ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഇൻസുലിൻ ഗ്ലൂക്കോസിനെ കോശങ്ങളുടെ മസിൽസിന്റെ ലിവറിനകത്തേക്ക് കടത്തിവിടാനുള്ള കഴിവ് വേണം. 2, പാൻക്രിയാസ് മഴ പിടിച്ചുറങ്ങിപ്പോയി. മഴ പിടിക്കാനുള്ള കാരണം എന്ന് വിത്തൗട്ടാക്കിയോ അന്ന് ഉറങ്ങാൻ പഠിക്കുക. കാരണം എന്താ? ഈ പ്രകൃതിയില് ഗ്ലൂക്കോസിനല്ലാതെ പാൻക്രിയാസിന്റെ അകത്തുള്ള ഇൻസുലിനെ ബ്ലഡിലേക്ക് ചാടിക്കാനുള്ള കഴിവ് ഗ്ലൂക്കോസിനല്ലാതെ വേറൊരു വസ്തുവിനെ എടുത്തെന്ന് പറഞ്ഞു ഞാൻ ഈ പണി തീർത്താൻ കഴിയാതെ. ഇവിടെ ഗ്ലൂക്കോസ് ചെല്ലുമ്പോൾ ഇൻസുലിൻ ചാടുക, ഉപ്പ് പൊടിക്കുന്ന മുളക് പൊടിക്കുന്ന ഇൻസുലിൻ ചാടുക. അപ്പൊ വിത്തൗട്ട് ആക്കിയ എന്ത് വിത്തൗട്ട് ആക്കിയാന്ന് പാൻക്രിയാസ് ഉറങ്ങാൻ തുടങ്ങിയതാണ്. ഇപ്പൊ പലരും വിചാരിക്കും ചോറിനകത്ത് ഗ്ലൂക്കോസ് ഇല്ലേ, ഗോതമ്പിനകത്ത് ഗ്ലൂക്കോസ് ഇല്ലേ എന്നല്ലേ. ഒരു ഓടി തളർത്തുന്ന അത്ലറ്റിന് ഗ്ലൂക്കോസ് കൂടി കലക്കി കൊടുത്ത ക്ഷീണമാണ്. എന്റെ ചോറ് കൊടുത്ത ക്ഷീണമാണത്, എന്റെ ചപ്പാത്തി കൊടുത്ത ക്ഷീണമാണത്,
സ്പൂൺ പഞ്ചസാരയിൽ 20 കലോറി, 17.6 കലോറി എന്നാണ് സാഹിബ് പറയുന്നത്. WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത്. ഒരു സ്പൂൺ പഞ്ചസാര 20 കലോറി, ഒരു ചപ്പാത്തി 60 കലോറി, ഒരു കപ്പ് ചോറ് 120 കലോറി. 20, 60, 120. ഈ 60 കലോറി ഇവിടെ ചിന്തിക്കേണ്ടത്, ഒരു സ്പൂൺ പഞ്ചസാര കണ്ടിട്ടുണ്ടെങ്കിൽ പഞ്ചസാരയുടെ 50% ഗ്ലൂക്കോസ്, 50% ഫ്രക്ടോസ്. പഞ്ചസാരയുടെ മധുരത്തിന്റെ കാരണം ഫ്രക്ടോസാണ്. പക്ഷെ അതിലെ ഗ്ലൂക്കോസ് അകത്തേക്ക് ചെല്ലുന്നത് അത് മേലേക്ക് ഉടനെ പെട്ടെന്ന് ബ്രെഡിക്കും. ആ സമയത്ത് ഇൻസുലിനാണ്. ആ ഇൻസുലിൻ ഗ്ലൂക്കോസിനെ എല്ലാ മസിൽസും നടക്കുമ്പോഴാണ് ക്ഷീണമാകുന്നത്. അത് ചോറ് കഴിച്ചാൽ 1.5 മണിക്കൂർ കഴിയുമ്പോൾ ഗ്ലൂക്കോസ് ആകുന്നത്. ഗോതമ്പ് കഴിച്ചാൽ 2 മണിക്കൂർ കഴിയുമ്പോൾ ഗ്ലൂക്കോസ് ആകുന്നത്. റൈറ്റ്? സോ വിത്തൗട്ട് എന്ന ആക്കിയോ അന്ന് തൊട്ട് പാൻക്രിയാസ് പതിയെ ലേസി ആകുമെന്ന് പറയാൻ കഴിയില്ല. ഞാൻ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് വൈകുന്നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിരിക്കും. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആ ഇപ്പത്തന്നെ പോയിട്ട് പഞ്ചസാര കഴിക്കാൻ വേണ്ടിക്കാരോ ഇതല്ല. പണ്ടൊക്കെ ആൾക്കാർ ഇടിച്ച് ഒരു ദിവസം 500-600 പേർക്ക് വയനാട് പോലുണ്ട്. കാസർഗോഡ് ജില്ലയിൽ more than 20,000 വന്നിട്ടുണ്ടാവും. കണ്ണൂരിൽ നിന്നും കോഴിക്കോട് നിന്ന് വന്ന ആൾക്കാർ ഒന്നൊക്കെ പ്രശ്നം കിടന്നിട്ടുണ്ടാവും. അവിടെ ചികിത്സ എല്ലാവരും വന്നത് ലഘുവിനാണ്. മഴ വന്ന് നടക്കാൻ പോണ ആൾ 6 മാസം നടത്തുണ്ടാവില്ല. തലമുക്കി നോക്കും, പുറത്ത് മഴ അടി പദപ്പെടുത്തുന്നു, അവിടെ കിടക്കും. ഇതാണ് ഇപ്പോൾ രാവിലെ സംഭവിക്കുക. ഞങ്ങളുടെ കാലത്ത് അങ്ങനെയല്ല. 5:57 ഒരു മനുഷ്യൻ തുടങ്ങും, ജീവൻ പറഞ്ഞ് തുടങ്ങും. പണ്ട് വീട്ടിലെ ചേച്ചിമാരെല്ലാം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് മ്യൂസിക് ഉണ്ടായിരുന്നു. അറിയോ? വീട്ടിൽ എല്ലാ ചേച്ചിമാരും കാലത്ത് പുറത്തിറങ്ങുന്ന മ്യൂസിക് ഉണ്ടായിരുന്നു. ഒരു സൈക്കിൾ വരുന്നത് പറഞ്ഞിട്ട് മീൻകാരൻ അടിയായിട്ട് തുടങ്ങും. മത്തി മേടിക്കാൻ ഇതൊക്കെ മേടിക്കേണ്ടത്. അതേപോലെ കാലത്ത് 5 കുറെ ആൾക്കാർ വിളിച്ചെടുക്കില്ല മാഷിന് വേണ്ടി. ആ മനുഷ്യന് 8 മണിക്ക് എഴുന്നേറ്റുള്ള മനുഷ്യനാണ്. ഇവിടെ ഈ 5:57 എഴുന്നേറ്റ് കുത്തെടുത്ത് ജീവൻ ജീവൻ എല്ലാം എഴുതിക്കാൻ തലക്കൊന്നും കുഴപ്പമൊന്നുമില്ല. വെള്ളോട്ട് ഉറങ്ങിയാൽ പോലെ എല്ലാ ആവശ്യമുണ്ടല്ലേ. ഞാൻ പിന്നെ പണ്ടേ ശീലിച്ചിരിക്കുന്നത് രാവിലെ എഴുന്നേറ്റില്ലായിരുന്നു. മനസ്സിലായി അയാളുടെ ഹാബിറ്റ് ആയിട്ട് ചെറുപ്പം തൊട്ടേ കളിയാണ് ചെയ്തത്. പഠിത്തത്തിന്റെ സെക്കൻഡാണ്. ഇത് പഠിക്കാണ്. എന്തുകൊണ്ട് നിങ്ങൾ വ്യായാമം ഒരു തരം വ്യായാമത്തെ കുറിച്ച് പറഞ്ഞോണ്ട് നിർത്തിയാക്കല്ലേ. സ്വന്തം ചിന്തിച്ചോളൂ. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ഗ്ലൂക്കോസ് കൊഴുപ്പ് എനർജിയാക്കാൻ ഒരു മരുന്നിനും ഈ ഭൂമിയിലില്ല. ഈ ഗ്ലൂക്കോസ് കൊഴുപ്പ് എനർജിയാക്കിയില്ലെങ്കിൽ ചെറിയ രക്തത്തിൽ ഗ്ലൂക്കോസ് അടിക്കുമ്പോൾ ദ്രവിച്ചു പോകും. രക്തക്കുള്ള രീതി കൊഴുപ്പ് അടിക്കുമ്പോൾ മുരുങ്ങാക്കോല് പോലെ മുഴകൾ നിറയും. രണ്ടും കൂടെ നിങ്ങളെ കൊന്നുപോലെ കഴിയും. ഇത് തടയാനുള്ള വഴിയെന്താ? അന്നന്ന് കഴിക്കുന്ന ഗ്ലൂക്കോസ് കൊഴുപ്പ് അന്നന്ന് കത്തിച്ചിടണം. ഇതിന് നടന്നാൽ മതിയോ? നടത്താം. ഈ കുഞ്ഞിപ്പിള്ളി 2 വല്ല എത്തിയില്ല. അമ്മ വെളുത്താൻ തീരുന്നില്ല. എങ്ങനെയുണ്ട് എന്റെ പല്ല് അല്ലേ? ഇതാണ് ഈ നടത്തം. ആവ പോണോടെ നടക്കും. പിന്നെ കാലത്ത് നടക്കാൻ പോകുമ്പോൾ ഈ ബേർഡ് വാച്ചിങ് കൂടുതലും പറന്നുകൂടെ കഴിയുന്നു, നടന്നുകൂടെ കഴിയുന്നു. ഇതിനായിട്ട് നടക്കാൻ പോണ പല ആൾക്കാർ. പക്ഷെ അത് ഈ മഴക്കാലത്ത് പല്ല് ഇറങ്ങില്ല. അതുകൊണ്ട് നടത്തുന്നത്. ഓക്കെ, അപ്പോ വ്യായാമം എങ്ങനെ ചെയ്യണം? നടക്കാൻ പോകുമ്പോൾ നമ്മുടെ 2 കാപ്പ അതിന്റെ സയൻസ് കറക്റ്റായിട്ട് വൈകുന്നേരം പറയാം. ഇപ്പൊ പറഞ്ഞ വീണ്ടും നിങ്ങൾ ആവശ്യമുള്ളത് കേൾക്കാം. സയൻസ് ഒക്കെ കിട്ടുന്നത് പോരടിക്കുന്നത്. സോ എല്ലാ മസിലും വ്യായാമം ചെയ്താൽ എല്ലാ പല്ലിന്റെ എഫക്റ്റ് കിട്ടും. അതിന് ഫ്രണ്ട് ഫോറം വരെ, ബാക്ക് ഫോറം വരെ, ബൈസെപ്സ് വരെ, ട്രൈസെപ്സ് വരെ, ഡെൽറ്റോയിഡ് വരെ, ചെസ്റ്റ്, ബാക്ക് വരെ എല്ലാം. അതിന്റെ പുറത്ത് സ്ട്രെച്ചർ നിങ്ങൾ യോഗയുടെ അവിടെ ഡിസ്കസ് ചെയ്തോ. സ്ട്രെച്ചുകൾ എത്രയുണ്ടാവും? നിങ്ങൾക്ക് തിരിയാനും പറയാനും കുനിയാനും തിരിയാനും എന്ത് ബുദ്ധിമുട്ട് ഇപ്പൊ നിലത്തുന്ന സാധനം കുഴിഞ്ഞെടുക്കാൻ പറ്റുമോ? കാറിന്റെ വെച്ചിരുന്ന് സീറ്റ് ഇരുന്നിട്ട് പുറകിലിരിക്കുന്ന ആൾക്കാർക്ക് കാണാൻ പറ്റുമോ? ഞങ്ങളുടെ ഇവിടുത്തെ എല്ലാവരും കാണുന്നു. അവിടെ കത്തിരുന്ന് തിരിഞ്ഞ് എല്ലാവരുടെയും ശരീരം തിരിയാനായിട്ട് കുനിയാനും നിവരാനും അറിയാനും തിരിയാനും. കണ്ണട എത്ര പേര് മാറ്റി തന്നില്ല. നിങ്ങൾക്ക് നേരിട്ട് ഇവരൊക്കെ കാണാൻ അവർ പറയണത്. കണ്ണട മാറ്റി കണ്ണിന്റെ പവറുമായി കൂടി കൂടുതൽ കണ്ണട മാറ്റി കഴിയുമ്പോൾ എന്നോട് 10-15 കൊല്ലം കണ്ണട എന്നൊരു പേസില്ല. വൈകാറുണ്ടോ? വൈകാറുണ്ടല്ല. ഞാൻ വൈകുന്നു. ചെറിയ ക്ഷീണം വൈകുന്നത്. കണ്ണട മാറ്റിയവരുണ്ട്. താല് മുറിക്കാൻ വെച്ച ആൾക്കാര് 37 ലക്ഷം രൂപ കൊടുത്ത് തായ്ലൻഡിൽ കൂടെ മുറിക്കാൻ വെച്ച. ഞങ്ങൾക്ക് ഭയങ്കര വീടിന് ഓർപ്പിക്കണം. ഞാൻ കാണിച്ചാൽ നമ്മുടെ കൂട്ടത്തിൽ ലക്ഷത്തിക്കാരുടെ സ്പോൺസർ വെച്ചാൽ ചെറിയ ആളൊന്നുമില്ല. ഒമാനില്ല, റോയൽ ഒമാൻ പോലീസിന്റെ ചീഫാണ്. പോലീസ് ചീഫ്. പുള്ളിയുടെ ഭാര്യയുടെ അച്ഛന്റെ കാലം മുറിക്കാൻ വേണ്ടിയിട്ടതാണ്. നമ്മളുടെ ജീവിതത്തിൽ ചെയ്ത ചെറിയ വ്യായാമം 2-3 തരം വ്യായാമങ്ങളുണ്ട്. അത് 3 ദിവസം ചെയ്തപ്പോൾ കാരണം എനിക്ക് തുടങ്ങി. 3 മാസം കഴിയുമ്പോൾ കാല് പഴയ കാലായി. ചുമ ഓടി നടക്കാൻ ആ കാലം ഒരു കുഴപ്പമില്ല. എന്നെ കാണാൻ വരുന്നതെന്ന് പറഞ്ഞു.
എന്തൊക്കെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ഞാൻ പറയുന്നപ്പോഴും എന്തുകൊണ്ട് ഒരാളുടെ കാല് പോകുന്നത് തിരിച്ചറിയാം. ആലോചിച്ച രക്തമൊക്കെ കുറയുമ്പോഴാണ് ഈ പ്രശ്നത്തിലേക്ക് വരുന്നത്. അത് ഗ്ലൂക്കോസും കൊഴുപ്പ് അഴിഞ്ഞിട്ടല്ലേ. ഇത് തടയുമോ? അകത്തെങ്ങനെ ക്ലീനിക്കാൻ വഴിയുണ്ടോ? ഉള്ളിൽ കൊണ്ട് ക്ലീനിക്കാൻ വഴിയുണ്ടോ? തൊലി വൃത്തിയാക്കാൻ കുളിച്ചാൽ മതി, പല വൃത്തിയാക്കാൻ പല തേച്ചാൽ മതി, കുടൽ വൃത്തിയാക്കാൻ എന്ത് ചെയ്യും? ഉപ്പി കഴിയുന്ന ബ്രഷ് എടുക്കുന്ന കുടൽ വൃത്തിയാക്കാൻ പറ്റുമോ? അല്ലെ നമുക്ക് ദൂരെ കെട്ടി ഇറക്കാല്ലേ, ദൂരെ കെട്ടി കാലി കെട്ടി വീഴുന്നു ആണ്ടിങ്ങനെ വലിക്കല്ലേ ഉൾഭാഗം വൃത്തിയാക്കാൻ. അത് പട്ടിയും പൂച്ച പഠിപ്പിക്കുന്നില്ലേ? വയറുവേദന പൂച്ച എന്താ ചെയ്യാം? പുല്ല് തിന്നാ വെള്ളം കുടിക്കുക അല്ലേ? അതെല്ലാം നല്ല വെജിറ്റബിൾസ്, ഫൈബർ റിച്ച് ആയിട്ട് വെജിറ്റബിൾസ് ഫ്രൂട്ട്സും കഴിക്കണം. കുറെ ഉണ്ട് പഠിക്കാൻ ശരി. പക്ഷേ നമ്മളിങ്ങനെ ഇരിക്കും കാലത്ത് എന്തിനാക്കിയാൽ അവർക്ക് കാശുണ്ടാക്കാം. നട്ടായാലും പൊട്ടിച്ചാലും പിടിച്ചവത്തിറക്കി കുറെ കാശുണ്ടാക്കണം. എന്നിട്ട് മക്കളെ പഠിപ്പിക്കണം. എന്നിട്ട് മക്കളെന്ന് പറഞ്ഞ് വിദേശത്ത് വിടണം. എന്നിട്ട് ഇവിടെ കെട്ടാനും കെട്ടുള്ള അമ്മയോട് നോക്കിയിരിക്കുന്നത് മറ്റേ എനിക്കുണ്ടെങ്കിൽ നിനക്കുണ്ടെങ്കിൽ ഞാൻ ഇരിക്കാനോട് നോക്കിയിട്ടിങ്ങനെ അത് കണ്ടുകൊണ്ട് പഠിക്കുമ്പോ ഇറങ്ങാൻ പുറത്തു പോകാം. ഞാൻ അവിടെ ഞാൻ ഒറ്റയ്ക്കൊരു ഭ്രാന്ത് പിടിച്ച് വീട്ടിലുണ്ട്. ഓനിവിടെ വീട്ടിൽ ഭ്രാന്ത് പിടിച്ച പുറത്തിറങ്ങി ക്ലബില് ഫുൾ ഇത് മനസ്സമാധാനം ഒരു സ്വസ്ഥ ജീവിതത്തിൽ തുലച്ചിട്ട് എല്ലാ വീടും വൃദ്ധസഭനത്തായിരിക്കൊണ്ടിരിക്കുന്നു. ക്ഷേണേശ്വര മക്കളൊക്കെ വീട്ടിലുണ്ട്. എല്ലാം കുറെ കൊല്ലത്താണ് ഭാഗ്യമായി. എനിക്കൊക്കെ 19 വയസ്സായിരുന്നു. ഇപ്പോഴത്തെ മക്കളെ പുറത്താണ് കാണാനിട്ടൊന്നുമില്ല. ഇനി കിട്ടയില്ല. വല്ല ആണ്ടിലേക്ക് കിട്ടിയാൽ ഭാഗ്യം. എല്ലാവരും ഇങ്ങനെയാ. മക്കളൊക്കെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും ഓരോ വീടും വൃദ്ധസഭനങ്ങളാണ്. അന്ന് ആ വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് ഹെൽത്ത് ഇല്ലായ്മന്ന് ആലോചിച്ചു ഒരാളും കിടന്നാലെന്ന് ആലോചിച്ചു. ഇവിടെ ഞങ്ങളെ ഹെൽത്തി ഏജിംഗ് എന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. വയസ്സായേ പറ്റുമോ? അത് കലമുള്ള പ്രായം കൂടിക്കൊണ്ടേയിരിക്കും. പക്ഷെ ശരീരത്ത് വയസ്സാകാതെ നോക്കണം. ആദിവാസിയെ കണ്ടുപിടിക്കാൻ പറ്റും. 70-ാം വയസ്സിൽ ചെറുപ്പക്കാരൻ. നിങ്ങളെയൊക്കെ ഞാനൊരു 3 മാസം കൊണ്ട് നിങ്ങളുടെയൊക്കെ 10 വയസ്സ് കുറച്ച് കൈ തരാം. 10 വയസ്സ് മോളുടെ പറ്റില്ല. അവർക്ക് ആകെ 10 വയസ്സ് അവരുടെ 10 വയസ്സ് നോക്കാൻ പറ്റില്ല. നിങ്ങളുടെയൊക്കെ 10 കൊല്ലം കൊണ്ട് ആരോഗ്യം തിരിച്ചു കൈകാര്യം തരാം. 10 വയസ്സ് തരാൻ പറ്റുന്നില്ല. നന്നാവണോ വേണ്ട സ്വയം തീരുമാനിക്കണം. ആദ്യം വെറുതെ നമ്മൾ കുറെ മരുന്ന് വീട്ടിട്ട് പ്രഷർ കുറക്കാനും കൊളസ്ട്രോൾ കുറക്കാനും ഷുഗർ കുറക്കാനും ഗുളിക വീട്ടിട്ട് എല്ലാം കുറഞ്ഞു നിൽക്കുമ്പോൾ ഞാൻ കൺട്രോൾ വിചാരിച്ചിരിക്കല്ലേ. വെൽ അഡ്ജസ്റ്റഡ് ആണ്. ഇൻസുലിൻ കുത്തിയാലും ഗുളിക കഴിച്ചാൽ ഗ്ലൂക്കോസ് ഇടയിലേക്ക് പോകുന്നില്ല. ബ്ലഡ് ഷുഗർ കുറയും. പക്ഷെ അതെല്ലാം സ്മോൾ ബ്ലഡ് വെസൽസ് കെട്ടിക്കിടക്കുക. എങ്ങും പോയിട്ടില്ല ഗ്ലൂക്കോസ്. കണ്ണടച്ചിരിക്കാനുള്ള കാര്യമൊന്നുമില്ല. പ്രമേഹക്കാർക്ക് ഇൻസുലിൻ കുത്തിയാലും ഗുളിക കഴിച്ചാൽ ഗ്ലൂക്കോസ് ആണ് ശൂന്യാകാശത്തേക്ക് പോകുമോ? അത് അടിഞ്ഞിടക്കകത്ത്. സോ വ്യായാമമില്ലാത്ത ജീവിതത്തെ കുറിച്ച് ചിന്തിക്കണേ. ഇനി 2 മണിക്കൂർ വെള്ളം ട്രോസറിട്ട് നടക്കാൻ പോയിട്ട് പട്ടികടി മേടിക്കണ ആ ഗുണം ഞങ്ങൾ 15 മിനിറ്റ് ഉണ്ടാക്കിയതാണ്. പിന്നെ ഞങ്ങൾ 1 മണിക്കൂർ ഡെയിലി വ്യായാമം ചെയ്യും. എന്റെ കാര്യം ശരിക്കുള്ള വ്യായാമം ഞങ്ങൾ 10-15 മിനിറ്റ് ചെയ്യുന്നത്. അതിന്റെ കൂടെ കുറച്ച് സ്ട്രെച്ച്, കുറച്ച് ബ്രീത്തിങ്. ഞാൻ നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ അറിയില്ലാന്ന് പറഞ്ഞു, മൂത്രമൊഴിക്കാൻ അറിയില്ലാന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ശ്വാസം പഠിക്കാൻ അറിയാം. എത്ര കൊല്ലം ശ്വാസം പഠിക്കുന്നത്? ശ്വാസം പഠിക്കാറില്ല. അപ്പൊ അറിയാതെ വിചാരിച്ചിരിക്കും ഇല്ലെന്ന് എനിക്കറിയാം. ശ്വാസോച്ഛ്വാസത്തിന്റെ ഘടനമൊന്ന് മനസ്സിലാക്കി കിട്ടും. ഞാൻ അതുകൂടെ പറഞ്ഞ് നിർത്തുകയാണ്. കുറെ ഇട്ട് പഠിക്കാൻ. അതൊക്കെ നിങ്ങൾ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുക. എല്ലാ ദിവസവും കണ്ടിന്യൂയിങ് മെഡിക്കൽ എഡ്യൂക്കേഷനാണ്. ഓരോ ദിവസവും എല്ലാ രോഗങ്ങളും വരുന്നത്, രോഗങ്ങൾ ഇല്ലാതാക്കാൻ എങ്ങനെ ശ്വാസം പഠിക്കണം, എങ്ങനെ വെള്ളം കുടി, എങ്ങനെ ഭക്ഷണം, എല്ലാം പഠിപ്പിച്ചാൽ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാൻ ഉത്തരവും തരാം. രാവിലെ ഞങ്ങൾ എക്സസൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ എക്സസൈസ്, ആരെങ്കിലും നമ്മുടെ കൂടെ രാവിലെ എക്സസൈസ് ചെയ്യുന്നത് ജീവൻ ടീം എത്ര പേരുണ്ട്? ഓക്കെ, അത് ചെയ്തതിന്റെ സുഖം കരുത്തില്ലേ അറിയിച്ചേ അവരല്ലാതെ എത്ര മാസം എത്ര നാളായി തുടങ്ങിയിട്ട് എത്ര നാളായി? ഡിസംബർ തൊട്ട് നല്ലൊരു ഫീലില്ലേ? ഇത് വെച്ചാൽ ഇത് യോഗയാണോ? യോഗയല്ല. നിങ്ങൾ കണ്ടോ യോഗ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ യോഗയിൽ ഇപ്പൊ സേതു കണ്ടണം യോഗയാണ്, സ്ട്രെച്ച് അല്ല. ഞാൻ അതിന്റെ പുറകെ അതിന് 10 പ്രാവശ്യം കണ്ടിന്യൂസ് ചെയ്യും. അപ്പൊ എക്സർസൈസ് ചെയ്യും. അതുകൊണ്ട് ഹിപ്സിന്റെ ഫ്ലെക്സിബിലിറ്റി കൂടുന്നു. എക്സർസൈസ് ഗ്ലൂക്കോസ് ബേണിംഗ്, ഫാറ്റ് ബേണിംഗ് നടക്കും. ഓരോ വ്യായാമങ്ങളുടെയും ഒരു സ്ട്രെച്ച് ചെയ്യുന്നു. ആ സ്ട്രെച്ചിന്റെ കണ്ടിന്യൂസ് മൂവ്മെന്റ് ഒരു 10 ചെയ്യുമ്പോൾ എക്സർസൈസ് ചെയ്യണം. സോ എക്സർസൈസും ഫ്ലെക്സിബിലിറ്റിയും എല്ലാം ചേർത്തുണ്ട്. ഇപ്പൊ സ്പോണ്ടലോസിസ് പലർക്കും പ്രോബ്ലം. കഴുത്ത് ബലപ്പെടുത്താൻ വ്യായാമം ചെയ്യിക്കുന്നു. നടുവേദനയുണ്ട്, നടു ബലപ്പെടുത്താനുള്ള വ്യായാമം ചെയ്യുന്നു. മുട്ടുകാലിന് വേദന, അത് തൊട ബലപ്പെടുത്താനുള്ള വ്യായാമം ചെയ്യണം. മുട്ടുകാലിന്റെ ബുദ്ധിമുട്ട് കൂടുന്ന ഒരു വ്യായാമം ചെയ്യാൻ പാടില്ല
പകരം കൂട്ടുകാർ ബലപ്പെടുത്താത്ത ചെയ്യണം. ബ്രീതിങ്, ശ്വാസം വലിക്കുന്നത്. എത്ര കൊല്ലം ശ്വാസം വലിക്കുന്നത്? നിങ്ങൾ സാധാരണ ശ്വാസം വലിക്കുന്നത് എങ്ങനെയാണ്? ഇത് നീട്ടി വലിച്ചു വയ്ക്കാൻ എന്ത് സംഭവിച്ചു? മൂക്കിയുടെ സൗണ്ട് കേട്ടല്ലേ? ഇനി ശ്വാസകോശം ഒന്ന് മനസ്സിൽ കാണാം. ഒരു ഇല പൊഴിഞ്ഞ മരം മനസ്സിൽ കാണാം. എല്ലാവരും മനസ്സിൽ കാണാം. ഇല പൊഴിഞ്ഞ് ഫുള്ള് ചില്ലക്കം കാലിൽ ഒരു മരം മനസ്സിൽ കാണാം. എല്ലാ ചില്ലക്കമ്പലും ഓരോ വെളുത്ത ബലൂൺ ഇട്ടിട്ടുണ്ട്. കണ്ടോ? ഒരു മരത്തിന് പൂത്ത് നിൽക്കണതിന്റെ ഫുള്ള് റെഡി. കണ്ടെങ്കിൽ ആ മരത്തിനെ തലയിലായിട്ട് പിടിക്കും, ഉള്ളിക്കൊണ്ടേ. ശ്വാസം വലിക്കുമ്പോൾ താഴേക്ക് ഉള്ളിലേക്ക് മുതൽ മെയിൻ കുഴല് ട്രക്കിയ രണ്ടായിട്ട് തിരിഞ്ഞു. പ്രൈമറി ബ്രോങ്കസ് 4, സെക്കൻഡറി ബ്രോങ്കസ്, ടെർഷ്യറി ബ്രോങ്കസ് തിരിഞ്ഞിട്ട് ഒരു 10-15 ബ്രാഞ്ചിന് തിരിയുന്ന കണ്ടേ മരം പോലെ ഇരിക്കും. അതിന്റെ അറ്റത്തെ ബലൂണുകൾ എയർ സാക്കുകൾ, അൽവിയോളായി എയർ സാക്കുകൾ. റൈറ്റ്. നമ്മൾ വായു വലിക്കുമ്പോൾ 1.5 ലിറ്റർ വായു കുഴലിന്റെ അകത്തിടണം. ഇപ്പൊ നമ്മൾ 3 ലിറ്റർ വായു വലിച്ചാൽ 1.5 ലിറ്റർ കുഴലിന്റെ അകത്ത്, 1.5 ലിറ്റർ ബലൂണിന്റെ അകത്ത്. 4 ലിറ്റർ വായു വലിച്ചാലോ? 4 ലിറ്റർ വായു വലിച്ചാൽ 1.5 ലിറ്റർ കുഴലിന്റെ അകത്ത്, 2.5 ലിറ്റർ ബലൂണിന്റെ അകത്ത് അല്ലെ? ഇതൊന്ന് പതുക്കെ വലിച്ച ശ്വാസം. ഈ വായു, ഓക്സിജനുള്ള വായു ബലൂണിലേക്ക് പോയി. 1.5 ലിറ്ററിന്റെ മുകളിൽ വായു വലിക്കാതെ ബലൂണിലേക്ക് ഓക്സിജൻ പോവോ? അപ്പൊ നമ്മൾ പതിക്കെ വലിക്കുമ്പോൾ അവിടെ കിടന്ന അശുദ്ധവായു കുറച്ചകത്തേക്ക് കൂടി ഇച്ചിരി ഓക്സിജൻ ചെന്നു. അത്രയൊക്കെ മതി, അതുകൊണ്ടാണ് അറിയാത്തത്. റൈറ്റ്. അത് നീട്ടി വലിച്ചു നോക്കിയേ. ആ ബലൂണൊക്കെ വികസിക്കുന്നുണ്ടോ? എന്തോരം ഓക്സിജൻ ചെന്നു. ആ ഓക്സിജൻ അവിടെ നിന്ന് ബ്ലഡിൽ കലർന്നു, ബ്ലഡ് സെല്ലിന്റെ അകത്തേക്ക് ചെന്നു, ഒഴുകിയിട്ട് എല്ലാ കോശങ്ങളും. മര്യാദന്റെ ഡീപ് ബ്രീത്തിങ്. ഒരു ഞങ്ങൾ രാവിലെ 10,000-2000 ബ്രീത്തിങ് ചെയ്യും എക്സസൈസ് കൊടുത്തത്. അറിയില്ല നിങ്ങൾ ചെയ്യുന്നത്, പക്ഷെ അത് കഴിയുമ്പോൾ എന്ത് ഫ്രഷ്നെസ് ആയിരിക്കുന്നുണ്ട്. കംപ്ലീറ്റ് ഓക്സിജൻ അറിയാം. അല്ല, അത് നമ്മൾ അറിയുന്നില്ല, പലരും ശ്രദ്ധിക്കുന്നില്ലെന്ന് മാത്രം. ഓരോ വ്യായാമം ചെയ്യുമ്പോൾ കറക്റ്റ് ബ്രീത്തിങ് കൂടെ ചെയ്യാം. ശ്വാസകോശത്തിലൂടെ ഓക്സിജൻ മാക്സിമം കയറ്റുക. ആവശ്യത്തിന് വെള്ളം കുടിച്ചാൽ മൂത്രം തെളിഞ്ഞു പോലെ ഉറപ്പാക്കുക. ഓക്സിജൻ വായുവായി വെള്ളമായി. ആവശ്യത്തിന് ഭക്ഷണം കഴിച്ചേ പറ്റൂ. ഈ ഭൂമിയിലേക്ക് വന്നത് ഒരു ചാണകത്തിന് വേണ്ടിയാണ് അല്ലെ? അതൊക്കെ 2-3 ചാണകം ഉണ്ടാകും. അപ്പൊ അതിലേക്ക് എന്ത് ഇടണമെന്നുള്ള സ്വാതന്ത്ര്യം എന്നു പോയോ അന്ന് മനസ്സമാധാനം നൽകുന്നത്. സോ ഭക്ഷണങ്ങൾ ആസ്വദിച്ച് കഴിയുക, അതൊരു വീട്ടിലെ ഹാബിറ്റ് ഉണ്ടാക്കുക. ഇന്ന് ആരെങ്കിലും ക്ലാസ് കയറുന്നുണ്ടെങ്കിൽ വൈദ്യുതി കൂടെ എടുക്കുക. വേറെ ഒന്നുമല്ല, വീട്ടിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കിയോ നിങ്ങളുടെ വീട്ടിൽ നിന്നും 90% രോഗങ്ങൾ ഇറങ്ങി. ഞാൻ തമാശ പറയണ്ട. ഒരു വ്യായാമം ചെയ്തില്ലെങ്കിൽ പോലും നല്ല ഭക്ഷണം വീട്ടിലുണ്ടാക്കി ശീലിക്കുക. ഞങ്ങൾ ഈ ജീവൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പോലും ഓരോ വീടിന്റെ അകത്തേക്കും സർവീസ് സെന്റർ, ഓരോ വീട്ടിലും ആരോഗ്യം. നമുക്ക് വേണ്ടത് കേടായ ശരീരത്തെ റിപ്പയർ ചെയ്യുന്ന, മെഡിസിൻ കൊണ്ട് ചികിത്സിക്കുന്ന മെഡിക്കൽ സയൻസ് ആണ് വേണ്ടത്. കേടാതെ നോക്കുന്ന ഹെൽത്ത് സയൻസ് ആണ് വേണ്ടത്. നമുക്ക് വേണ്ടത് ഇൽനെസ് അല്ല വെൽനെസ് ആണ് വേണ്ടത്. വർക്ക്ഷോപ്പുകളല്ല, സർവീസ് സെന്റേഴ്സ്. ഇത്രയും പോരെ. ഞങ്ങൾ കൈ പിടിച്ച് കൂടെ കൊണ്ടുപോകാം. പറ്റുമെങ്കിൽ സമയം ഉണ്ടെങ്കിൽ ഒപ്പം വരിക. വന്നാൽ നിങ്ങൾക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് കൊള്ളാം. ആർക്ക്? ഞങ്ങൾ മെഡിക്കൽ ഫീൽഡിൽ കൊള്ളാം. എല്ലാവരും കാലുകാട്ടിലേക്ക് കേടാക്കി കൊണ്ടുപോകാൻ ഞങ്ങൾ റിപ്പയർ തരാം, കാശ് തന്നാൽ മതി. ഇനി കേടാതെ നോക്കണോ? നിങ്ങൾ വിചാരിച്ചു യുവർ ഡ്യൂട്ടി, ഞങ്ങളുടെ ഡ്യൂട്ടി ഇല്ല. സോ ഇത്രയും പറഞ്ഞാൽ ഞാൻ നിർത്തുന്നു. താങ്ക് യു. ഇത്രയും ക്ഷണിച്ചിരുന്നല്ലേ.